الحديث كتاب الله وأصدق السنة سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള പഠിതാക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ബൈലക്സിലെ ശ്രോതാക്കളെ, നമ്മൾ ഇന്നത്തോടുകൂടി ഇൻഷാ അല്ലാഹ് പുസ്തകം നമുക്ക് ഒരാവർത്തി വായിച്ചു തീരും. പഠിച്ചു തീരുമെന്ന് പറഞ്ഞുകൂടാ, കാരണം അത്ര സ്പീഡിൽ നമ്മൾ ചിലപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ അസല് ഉസൂലു സലാസയില് അസലുൽ അവലും അസലു സാനിയും നമ്മൾ എടുത്തു. മൂന്നാമത്തെ അസലാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൽ മൂന്നാമത്തെ അസൽ കുറച്ചെടുത്തിട്ടുണ്ട് അല്ലേ? അതൊന്നും നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് തുടങ്ങാം. അൽ അസ്ലു സാലിസ് മുതൽക്ക്, ബാക്കി പിന്നെ വായിക്കാം. ആളുകൂടി ഉണ്ടല്ലേ? ബൈലക്സിലുള്ള ആളുകളും ശ്രദ്ധിക്കുക. അൽ അസ്ലു സാലിസ് മഅരിഫത്ത് നബിയിക്കും മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ഭാഗം ഇന്നലെ കുറച്ചുപേരെടുത്താണ്, ആയത്ത് വരെയുള്ള ഭാഗം. അതൊന്ന് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയൽ. കണ്ടില്ലേ? 23-ാമത്തെ പേജ്. ഇതവിടെ പേജ് നമ്പർ ഉണ്ട് 23. മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ പരിചയപ്പെടുത്താണ്. നബിയുടെ പേരെന്താണ്, ഉപ്പാന്റെ പേരെന്താണ്, ഗോത്രം ഏതാണ്? അതെ, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ കണ്ടില്ലേ സാറേ? അറിയാലോ, പറഞ്ഞൊക്കെ വായിച്ച അറിയില്ലേ? 60 വയസ്സ് വരെയാണ് ജീവിച്ചത്. നുബുവത്തിന് മുമ്പ് 40 വർഷം, പിന്നെ റസൂലും നബിയുമായിട്ട് 23 വർഷം. നുബുവത്ത് കിട്ടിയത് ഇഖ്റ ബിസ്മി കൊണ്ടാണ്. നബി റസൂലായത്, അതായത് പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന ഉണ്ടായത് സൂറത്തുൽ മുദ്ദസ്സിറിലെ തുടക്കത്തിൽ വന്ന കുറച്ച് ആയത്തുകളാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇവിടെ വരുന്നുണ്ട്, 1 മുതൽ 7 വരെയുള്ള ആയത്തുകൾ. ബഅസഹുല്ലാഹു ബിൻ നദാറത്തി അനിശ്ശിർക്കി, ശിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും വയദ്ഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടുമാണ് അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ചത്. ബഅസഹുല്ലാഹ്. ആയത്തിന്റെ അർത്ഥം പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന മനുഷ്യ, എഴുന്നേറ്റ് മുന്നറിയിപ്പ് നൽകുക. വറബ്ബക ഫകബ്ബിർ, അതിന്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട്. ഖും ഫഅൻദിർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? യുൻദിറു അനിശ്ശിർക്കി, ശിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നാണ്. വയദ്ഉ ഇല തൗഹീദ്, തൗഹീദിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം. അപ്പോ ഇഖ്റ ബിസ്മിൽ തൗഹീദ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. തൗഹീദിനാണ് പ്രാധാന്യം, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, ദഅവത്തിൽ അതിനാണ് 1-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് നീലപുസ്തകം ഇറക്കിയ ആളുകൾ പറഞ്ഞു, എന്ത് ഇഖ്റ ബിസ്മിൽ എവിടെ തൗഹീദ്? മനസ്സിലായില്ലേ? വയറില് ഇഖ്റ ബിസ്മിൽ തൗഹീദ് വേണ്ട, പക്ഷെ ഇഖ്റ ബിസ്മിൽക്ക് ശേഷം റസൂലായിട്ട് പ്രബോധനത്തിനുള്ള കൽപ്പന വന്നപ്പോ തൗഹീദ് ഉണ്ട് അതില്, അല്ലേ? ഇഖ്റ ബിസ്മിൽ തന്നെ തൗഹീദ് ഉണ്ട്, വേറെ കാര്യം. എന്നാലും ഇവിടെ വ്യക്തമായി തന്നെ ഖും ഫഅൻദിർ എന്ന് പറഞ്ഞു. വറബ്ബക ഫകബ്ബിർ, അത് തൗഹീദാ. നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. ഐ അള്ളിംഹു ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട്
എന്നാൽ ഇബാദത്ത് അവന് മാത്രമാക്കലാണ് അവന്റെ മഹത്വം അംഗീകരിക്കൽ. അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കുന്നതിന് അവന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല. വസിയാബക ഫതഹിർ എന്ന് പറഞ്ഞാലോ തഹിർ അമാലക മിനശ്ശിർക്ക്. നിങ്ങൾ ആദ്യമായിട്ട് വരണം അല്ലേ? എന്താ പേര്? എവിടെ നാട്? തഹിർ അമാലക മിൻ അനിശ്ശിർക്ക്. നിന്റെ അമലുകൾ നീ ശിർക്കിൽ നിന്നും ശുദ്ധീകരിക്കണം. അതാണ് വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം ശുചീകരിക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശതാണ്. റുജുസ ഫഹജു, റുജുസ് എന്താ? അൽ അസ്നാം, ബിംബങ്ങളെ നീ വെടിയുക. വഹജ്റുഹ തർക്കുഹ, ഹജ്ർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം അതിനെ ഉപേക്ഷിക്കലാണ്. അവയെ മാത്രല്ല അഹ്ലിഹ, തർക്കുൽ അസ്നാമി വ അഹ്ലിഹ, അസ്നാമിനെയും അസ്നാമിന്റെ ആളുകളെയും ബിംബങ്ങളെയും ബിംബ ആരാധകരെയും നീ വെടിയണം. എന്നാൽ അവരുടെ വിട്ടു നിൽക്കണം. ഇനി അവരുമായി കൂടിക്കുഴഞ്ഞുള്ള സ്വഭാവം പറ്റൂല, വേറിട്ട് നിൽക്കണം. വൽ ബറാഅതു മിൻഹാ വ അഹ്ലിഹ, ബിംബങ്ങളിൽ നിന്നും ബിംബത്തിന്റെ ആളുകളിൽ നിന്നും എന്ത് ചെയ്യണം? ബറാഅത്ത് വേണം, ബന്ധവിച്ഛേദം നടത്തണം. അവരുമായി ഇനി അണഞ്ഞ ബന്ധം പറ്റൂല. അഖദ അലാ ഹാദാ 10 സിനീൻ യദ്ഉ ഇല തൗഹീദ്. അങ്ങനെ 10 കൊല്ലത്തോളം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം നിലകൊണ്ടു, അല്ലെങ്കിൽ അഖദ അലാ ഹാദാ ഈ നിലയിൽ മുന്നോട്ട് പോയി. വബഅദൽ 10, 10 കൊല്ലത്തിന് ശേഷം ഉരിജ ബിഹി ഇല സമാ, അദ്ദേഹത്തെ ആകാശത്തിലേക്ക് അള്ളാഹു കയറ്റിക്കൊണ്ടുപോയി. മിഅ്റാജ് അറിയില്ലേ? ഇസ്രാഉം മിഅ്റാജും. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. പിന്നെ അവിടുന്ന് എവിടെ കൊണ്ടുപോയി? ഏതാൻ ആകാശം വരെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ നിർബന്ധമാക്കപ്പെട്ടത് അന്നാണ്. പിന്നെ മക്കയിൽ പിന്നെയും 3 കൊല്ലം കൂടി നമസ്കാരം നിർവഹിച്ച് കഴിച്ചു കൂട്ടി. അപ്പൊ മക്കത്തുനിന്ന് പോണതിന്റെ 3 കൊല്ലം മുമ്പ് 5 നമസ്കാരം നിർബന്ധാക്കിയിട്ടുണ്ട്. വബഅദഹ, അതിനുശേഷം ആ 3 കൊല്ലം കൂടി കഴിഞ്ഞതിന് ശേഷം, അപ്പൊ 13 കൊല്ലം കഴിഞ്ഞിട്ട് ഉമിറ ബിൽ ഹിജ്റത്തി ഇലൽ മദീന. മദീന എന്നുള്ള പേര് പിന്നെ വന്നതാണ്, അറിയില്ലേ? യസ്രിബായിരുന്നു. പിന്നെ നബിയുടെ ഹിജ്റ ചെന്നതിന് ശേഷമാണ് മദീനത്തുർ റസൂൽ, പ്രവാചകന്റെ പട്ടണം എന്ന പേര് അതിന് കിട്ടിയത്. അൽ മദീനത്തുൻ നബവിയ്യ. മദീന മുനവ്വറ എന്ന് പറയുന്നത് ശരിയല്ല, മദീന നബവിയ്യ എന്നാണ് പറയേണ്ടതെന്നാണ് സലഫി പണ്ഡിതന്മാര് പറയുന്നത്. പിന്നെ സൂറത്തുൽ നജ്മിനുണ്ടല്ലോ, അള്ളാഹുവിനെ കണ്ടതിനെ പറ്റി പറഞ്ഞ ഭാഗം, അതിനെപ്പറ്റി സൂചന ഉണ്ട്. മിഅ്റാജിനെ പറ്റി, ഇസ്രാഇനെ പറ്റി ഏതായാലും ഉണ്ടല്ലോ. സൂറത്തുൽ നജ്മിലെ വഹുവ ബിൽ ഉഫുഖിൽ അഅല സുമ്മ ദനാ ഫതദല്ല വകാന ഖാബ ഖൗസൈനി ഔ അദ്ന എന്നൊക്കെ ഉണ്ടല്ലോ. ആ ഭാഗമൊക്കെ മിഅ്റാജിനെ സംബന്ധിച്ചാണ്. ഇല്ല, അള്ളാഹിനെ കണ്ടിട്ടില്ല. അത് പിന്നെ പറയാം, ചില ആളുകൾ അങ്ങനെ പറഞ്ഞു സംസാരിച്ചിട്ടുണ്ട്. ഒരു മാധ്യമം കൂടാതെ അള്ളാഹുവിനോട് സംസാരിച്ചു. അള്ളാഹുവിന്റെ പിന്നെ എഴുത്തു യന്ത്രത്തിന്റെ കറകറ ശബ്ദം കേൾക്കുന്ന അത്ര വരെയും എത്തിയെന്നാണ്. 7 ആകാശവും കടന്ന് അവിടേക്ക് എത്തി. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞത് കളവാണ്. പിന്നെ അള്ളാഹിനെ കണ്ടു ചില ആളുകൾ പറഞ്ഞത് ഹൃദയം കൊണ്ട് കണ്ടതാണെന്ന്. അപ്പോൾ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ലാതിരിക്കുന്നത്. ഇന്ദ സിദ്റത്തുൽ മുൻതഹ, സ്വർഗത്തിനടുത്തുള്ളൊരു മരമാണത്. ഇന്ദഹ ജന്നത്തുൽ മഅ്വ, അതിനടുത്താണ് സ്വർഗം. അവിടെ വരെ എത്തി. അതുണ്ടായത് നബി ഹിജ്റ പോകുന്നതിന് 3 വർഷം മുമ്പാണ്. 2 വർഷമാണെന്ന് ചില റിവായത്തിലുണ്ട്. ഏതായാലും ഏത് മാസമാണെന്നോ ഏത് ഡേറ്റിനാണെന്നോ ചരിത്രത്തിൽ എവിടെയില്ല. പക്ഷെ നമ്മുടെ ഖൗമ് വിശ്വസിക്കുന്നത് എന്താണ്? റജബ് 27-നാണ് മിഅ്റാജ് ഉണ്ടായത് എന്നാണ്. അതനുസരിച്ചാണ് റജബ് ആഘോഷം കൊണ്ടാടും ചില ആളുകൾ. പല സ്ഥലത്തും മിഅ്റാജ് ആഘോഷമുണ്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ നോമ്പാണ്, മിഅ്റാജ് നോമ്പ് എന്നിട്ടൊരു നോമ്പ്, കള്ള നോമ്പ്. അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയതിനു ശേഷം 10-12 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ 12 കൊല്ലം നബി നോമ്പെടുത്ത് കാണിച്ചിട്ടുണ്ടോ? ഒരൊറ്റ നോമ്പ് പോലും മിഅ്റാജ് നോമ്പ് എന്നും പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല. സുന്നത്തായ നോമ്പൊന്നും ആളുകൾ എടുക്കൂല, ബിദഅത്തായ നോമ്പ് എടുക്കുകയും ചെയ്യും അല്ലേ? അതിനായിരിക്കും വലിയ താല്പര്യം. വൽ ഹിജ്റത്തു ഫരീളത്തുൻ അലാ ആദിഹിൽ ഉമ്മ. ഹിജ്റ എന്നത് ഈ ഉമ്മത്തിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. എന്താണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ? വഹിയൽ ഇന്തിഖാലു മിൻ ബലദി ശിർക്കി ഇലാ ബലദിൽ ഇസ്ലാം. എന്താർത്ഥം? പോകലാണ്. ഷിർക്കിന്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉയർത്തി കാണിക്കാനോ ഇസ്ലാമിന്റെ ഇബാദത്തുകൾ പരസ്യമായി നിർവഹിക്കാനോ ഇസ്ലാമിലേക്ക് പരസ്യമായി ദഅവത്ത് നടത്താനോ പറ്റാത്ത സ്ഥലം, അതിന് പറ്റുന്ന സ്ഥലമാണ് ബലദുൽ ഇസ്ലാം, ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത്. മറ്റത് കുഫർ, ബലദുൽ കുഫർ അല്ലെങ്കിൽ ബലദുൽ ഷിർക്ക് എന്നാണ് പറയാ. അപ്പൊ ഒരു സ്ഥലത്ത് നമ്മളത് ബലദുൽ ഷിർക്കും അല്ല ബലദുൽ ഇസ്ലാമും അല്ല, ബലദുൽ മുസാലമ, ബലദുൽ സിൽം എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇസ്ലാമിക രാജ്യം എന്ന് പറയാനോട് പറ്റൂല. നമുക്ക് പ്രബോധനം നടത്താം, പള്ളി കയറ്റാം, പരസ്യമായി പ്രസംഗിക്കാം, പരസ്യമായി ജുമാ നടത്താം, പരസ്യമായി ഈദ് നടത്താം, ഒന്നും കുഴപ്പമില്ല. പക്ഷെ ബലദുൽ ഇസ്ലാമല്ല, രണ്ടിന്റെ ഇടയിലുള്ളതാണത്. അപ്പൊ ബലദുൽ ഷിർക്കിൽ നിന്നും ബലദുൽ ഇസ്ലാമിലേക്കാണ് ഹിജ്റ പോകേണ്ടത്. വഹിയ ബാഖിയത്തുൻ ഇലാ അൻ തഖൂമ അസ്സാഅ. അന്ത്യസമയം നിലവിൽ വരുന്നത് വരെയും ഈ നിർബന്ധം ബാക്കിയാവും. ഹിജ്റ കഴിഞ്ഞിട്ടില്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ലാ ഹിജ്റത ബഅദൽ ഫത്ഹി വലാകിൻ ജിഹാദും വനിയ്യ. മക്കം ഫത്ഹിന് ശേഷം പിന്നെ ഹിജ്റല്ല, ഈ ജിഹാദും നിയ്യത്തും മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞതിനർത്ഥം ഹിജ്റ 8-ാം വർഷം മക്ക വിജയിച്ചതോടുകൂടി പിന്നെ മക്കത്തുനിന്ന് മദീനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് മുതൽ ഹിജ്റ 8-ാം വർഷം മക്കം ഫത്ത് ഉണ്ടാകുന്നത് വരെ അതിനടക്കം മുസ്ലിമായ ആളുകളൊക്കെ സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് പോകൽ കഴിവുണ്ടെങ്കിൽ അവർക്കത് നിർബന്ധമായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ മക്കം ഫത്ത് ആയതോടുകൂടി പിന്നെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം മക്ക ബലദുൽ ഇസ്ലാമായി മാറി. അതുപോലെ ബലദുൽ ഷിർക്കായിരുന്നു, ബലദുൽ കുഫ്റായിരുന്നു, പിന്നീട് ബലദുൽ ഇസ്ലാമായി മാറിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടതില്ല. പക്ഷേ ലോകം നിലനിൽക്കുന്ന കാലത്തൊക്കെയും അന്ത്യസമയം വരെയും ഒരു സ്ഥലത്ത് മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പുറത്തു കാണിക്കാൻ പറ്റാത്ത വണ്ണം അയാളുടെ ദീൻ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിന് പറ്റിയ സ്ഥലത്തേക്ക് അയാൾ മാറി താമസിക്കണം. ഹിജ്റ പോകണം, ഉള്ളതൊക്കെ വിട്ടേച്ചിട്ട് അങ്ങോട്ട് പോകണം. മുഹാജിർ എന്നാണല്ലോ വാക്കിന് ഹിജ്റ പോയ ആൾക്ക് പറഞ്ഞ മുഹാജിർ അല്ലേ? ഹജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, വെടിഞ്ഞു എന്നൊക്കെയാണ്. താൻ ജനിച്ച നാട്, താൻ വളർന്ന വീട്, തനിക്കുള്ളതെല്ലാം വിട്ടെറിഞ്ഞു പോവുക. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് പോയവര് മക്കത്തെ പൊരയും പറമ്പൊക്കെ വിറ്റിട്ട് അതിന്റെ പൈസയും കൊണ്ടാണ് മദീനത്തേക്ക് പോയത്. ഒന്നുമില്ല, വെറും കൈയോടെ ഇറങ്ങി. അതെല്ലാം കുടുംബങ്ങൾക്കും നാട്ടുകാരുമായ മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുത്തിട്ട് വെറും കൈയോടെ നടുറോട്ട് കണ്ടിറങ്ങാണ് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ ഹിജ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ പറഞ്ഞതിന്റെ തെളിവെന്താ? ബലദുൽ ഷിർക്കിൽ നിന്നും ബലദുൽ ഇസ്ലാമിലേക്കുള്ള ഹിജ്റ ഖിയാമം വരെ നിലനിൽക്കുന്നതാണ്, അത് നിർബന്ധമാണ് എന്നതിന്റെ തെളിവ് ഓതിക്കോളൂ. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർദ് ഇന്നല്ലദീന തവഫാഹുമുൽ മലായിക. ഇത് നമ്മള് പലപ്പോഴും മരണത്തെക്കുറിച്ച് പറയുന്നിടത്ത് കേട്ടിട്ടുണ്ടാകും. മലക്കുകളാണ് റൂഹുകളെ ഏറ്റെടുക്കുന്നത്. മലക്കുകൾ ഏറ്റെടുക്കാനാണ്. മലക്കുകൾ
സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്നവരായ നിലയിൽ ഏറ്റെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കുന്ന തെറ്റ് ചെയ്യുന്നവരായ ആളുകൾ അവരെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ അവരുടെ റൂഹകൾ ഏറ്റെടുക്കുമ്പോൾ ഖാലു അവർ ചോദിക്കാണ് ഫീമ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നു, എന്തൊരു നിലപാടിലായിരുന്നു നിങ്ങൾ എന്ന് ചോദിക്കും. അപ്പൊ അവർ പറയും കുന്നാ മുസ്തദഅഫീൻ, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു, ഫിൽ അർളി, നാട്ടിൽ, ഞങ്ങളെ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. ഖാലു, അപ്പൊ അവർ മലക്കുകൾ തിരിച്ചു ചോദിക്കും അലം തകുൻ അർളുല്ലാഹി വാസിഅ, കണ്ടോ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? അപ്പൊ വിശ്വാസികളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് ഹിജ്റ പോകാൻ കഴിവുണ്ടായിട്ടും ഇവർ ഹിജ്റ പോയില്ല. അതാണ് ഇവർ ചെയ്ത അക്രമം. ഇവർ ചെയ്ത അന്യായം എന്താണ്? വലമു അൻഫുസഹും എന്ന് പറഞ്ഞല്ലോ, അതെന്താണ്? അവർക്ക് ഹിജ്റ പോകാൻ കഴിവുണ്ടായിട്ടും ഹിജ്റ പോകാതെ അവിശ്വാസികൾക്കിടയിൽ തന്നെ അവരെന്ത് ചെയ്തു? ജീവിച്ചു, കഴിച്ചുകൂട്ടി. അപ്പൊ ഹിജ്റ പോകാൻ കഴിവുണ്ടെങ്കിൽ, ഹിജ്റ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഹിജ്റ പോകാൻ കഴിവുണ്ടായിട്ടും പോയില്ലെങ്കിൽ അത് കുറ്റമാണ്. ഉജൂബായ ഒരു കാര്യത്തെ അവർ നിഷേധിക്കലാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മലക്കുകൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ, അലം തകുൻ, അ ലം തകുൻ, 3 വാക്ക. അ ആണോ, അലം ആണ്, ആയിരുന്നില്ലേ, അലം തകുൻ ആയിരുന്നില്ലേ, അർളുല്ലാഹി അള്ളാഹുവിന്റെ ഭൂമി വാസിഅതൻ വിശാലമായതായിരുന്നില്ലേ, ഫതുഹാജിറു ഫിഹാ, അതിൽ നിങ്ങൾക്ക് ഹിജ്റ പോയി കൂടായിരുന്നോ? നിങ്ങൾക്ക് വിശാലമായ അള്ളാന്റെ ഭൂമിയിൽ എവിടേക്കെങ്കിലും ഹിജ്റ പോയി കൂടായിരുന്നോ? ഫഉലൈക മഅവാഹും ജഹന്നം, അവർ അക്കൂട്ടർ അവരുടെ സങ്കേതം നരകമാണ്. എന്താ കാരണം? ഹിജ്റ നിർബന്ധമാണ്, ആ നിർബന്ധം അവർ ഉപേക്ഷിച്ചു. അവർക്ക് ഹിജ്റ പോകാൻ കഴിവുണ്ടായിട്ടും ഹിജ്റ പോയില്ല. അപ്പൊ കുറ്റായി, നരകത്ത് പോകേണ്ട കാര്യമായി. വസാഅത്ത് മസീറ, അത് എത്ര മോശമായ മടക്കസ്ഥാനം. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാൽ, എങ്ങനെ? നിങ്ങൾക്ക് നിങ്ങളെ ഇസ്ലാം പ്രഖ്യാപിച്ചും പിന്നെ പരസ്യമായി മുസ്ലിമായി ജീവിക്കാനും തടസ്സമുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ അവിടുന്ന് മാറണം. ഇല്ലൽ മുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽ വിൽദാൻ, ഇല്ലൽ മുസ്തദ്അഫീൻ അടിച്ചമർത്തപ്പെട്ടവരൊഴികെ, മിനർ റിജാൽ പുരുഷന്മാരിൽ നിന്നും, വന്നിസാഇ സ്ത്രീകളിൽ നിന്നും, വൽ വിൽദാൻ കുട്ടികളിൽ നിന്നും, ലാ യസ്തതിഊന ഹീലതൻ അവർ യാതൊരു ഉപായവും കാണുന്നില്ല. ഇസ്തതാഅന സാധിക്കുക, ഹീലത്ത് എന്ന സൂത്രം, ഉപായം, ഒരു ഉപായം അവർ കാണുന്നില്ല, ഒരു ഉപായത്തിന് അവർക്ക് കഴിവില്ല, അവർക്ക് പോകാൻ വഴിയില്ല. വലാ യഹ്തദൂന സബീല ഒരു രക്ഷാമാർഗവും അവർ കണ്ടെത്തുന്നതുമില്ല. അപ്പോൾ രക്ഷാമാർഗവും കാണാതെ, രക്ഷപ്പെടാനൊരു വഴിയും കാണാതെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന കുറച്ച് ആളുകൾ അവിടെ ഉണ്ടാവും. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാ പോകാത്തത്. അവർക്ക് പോകണമെന്ന് പൂതിയില്ല എന്നിട്ടല്ല, പോകാനൊരു നിവൃത്തിയില്ല, ശക്തിയില്ല, പണമില്ല, സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും നോഫായിക്കളി, എല്ലാവരും. ഫൗലായിക അസല്ലാഹ് അവർ അല്ലാഹു അൻ യഅഫു അൻഹും, അസല്ലാഹു അൻ യഅഫു അൻഹും അള്ളാഹു അവർക്ക് വിടുതൽ നൽകിയേക്കാം. അസാന്ന് അള്ളാഹിനെ പറ്റി പറയുമ്പോൾ നിർബന്ധമായും കൊടുക്കുന്ന അർത്ഥത്തിലാണ്. വകാനല്ലാഹു അഫുവൻ ഗഫൂറ അള്ളാഹു ധാരാളമായി മാപ്പാക്കുന്നവരും പൊറുക്കുന്നവരുമാണ്. അപ്പോൾ ഹിജ്റ പോകാൻ കഴിവുണ്ടെങ്കിൽ പോകൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവർക്ക് നരകാണ്. പക്ഷെ പോകാൻ കഴിവില്ലാതെ കുടുങ്ങിപ്പോയ ആളാണെങ്കിൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അപ്പൊ നമ്മളൊക്കെ സ്ഥിതി ഇപ്പൊ നമ്മളെ നാട്ടിലിപ്പോ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റൂല നിൽക്കുക, എന്നാലും നമുക്ക് പോകാൻ പറ്റുമോ? കാരണം പണ്ടത്തെ മാതിരി കയറി ചെല്ലാൻ പറ്റുമല്ലോ. ഇപ്പൊ പാസ്പോർട്ട് വേണം, രാജീവ്, നമ്മളിപ്പോ കുറെ ആൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അംഗീകരിക്കോ? സൗദിക്കാരെടുക്കോ? ആരും എടുക്കൂല. അപ്പൊ നമുക്ക് നിവൃത്തിയില്ല. മനസ്സിലായില്ലേ? പണ്ടത്തെ പോലെയാണോ? പണ്ടത്തെ പോലെ ഇതൊന്നുമില്ലല്ലോ. പണ്ടിപ്പോ ഒരു നാട്ടില് ജീവിക്കാൻ പറ്റൂല്ലെങ്കിൽ ആ നാട്ടിലേക്ക് അങ്ങ് പാഞ്ഞു തന്നാൽ മതിയല്ലോ. ഇന്നിപ്പോ അതല്ല. ഇന്നതിന് കുറെ നിയമങ്ങളുണ്ട്, രാജ്യത്ത് നിയമങ്ങളുണ്ട്. പാസ്പോർട്ട് വേണം, ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടണം, അല്ലേ? അപ്പൊ അത് അങ്ങനത്തെ മുസ്തദഅഫീങ്ങളാണെങ്കിൽ അവർക്കല്ല പുറത്തു കൊടുത്തേക്കാം. അവിടെ തന്നെ പറ്റിയടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുക.
ഇതിൽ കുഫർക്ക് പോകാൻ പറ്റൂല. എന്ത് ജിഹാദ്? മറ്റുള്ള കൊല്ലേ 20% പിന്നോട് 80% ജിഹാദ് ചെയ്യേ? രക്ഷിക്കാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷിക്കൽ എവിടെ രക്ഷിക്കാം? ഈ പോകാൻ കഴിവില്ല അല്ലെങ്കിൽ അപ്പൊ രക്ഷപ്പെടുന്ന ആളുകൾക്ക് ഏതാനും പേരെ കൂട്ടാൻ കഴിയുന്ന ആളുകളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ടല്ലോ. മദീനത്തൊക്കെ പോകുമ്പോ കൂട്ടാൻ കഴിയുന്ന പോലെ കൂട്ടുകയും ക്ഷണിക്കുകയോ ചെയ്യണം. അവരെന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പല ആളുകളും പോയത്. നബി പോയതും സഹാബികൾ ഓരോരുത്തരായിട്ട് പോയതാണ്. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞ ജിഹാദ് ഇപ്പൊ തന്നെ എന്തായാലും ജിഹാദ് ചെയ്യണ്ട. ജിഹാദ് എന്ന് പറയുന്ന എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ജിഹാദ് ഉണ്ട്. എല്ലാ മുസ്ലിമും എപ്പോഴും ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാളെടുത്തുള്ള യുദ്ധം, ശത്രുക്കൾക്കെതിരുള്ള യുദ്ധം മാത്രം ജിഹാദ് ചില ആൾ വിചാരിച്ചിട്ടുള്ളത്. ജിഹാദ് ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടോ? അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അല്ലേ? നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഫലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും, നിങ്ങൾ ജിഹാദ് ചെയ്യുന്നവർ ആരാണെന്ന് അള്ളാഹു മനസ്സിലാക്കാതെ വയഅലമ സ്വാബിരിൻ, ക്ഷമിക്കുന്നവരാരാണ്? അവർ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ആണും പെണ്ണും ചെറിയവനും വലിയവനും ഒക്കെ എന്ത് ചെയ്യണം? ജിഹാദ് ചെയ്യണം. ജിഹാദ് ഇല്ലാതെ പറ്റില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ജീവിതത്തിന്റെ ഭാഗമാണ്. അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. വഖൗലുഹു തആല, ഇനി ഹിജ്റ നിർബന്ധാളിന്റെ അടുത്ത തെളിവ്, യാ ഇബാദിയല്ലദീന ആമനൂ, വിശ്വാസികളായ എന്റെ അടിമകളെ, ഇന്ന അർളി വാസിഅ, എന്റെ ഭൂമി വിശാലമാണ്, ഫഇയ്യായ ഫഅബ്ദൂൻ, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. ഇയ്യായ, ഇയ്യാക നഅബ്ദുല ഇയ്യാക്കല്ലേ, അതന്നെ ഇയ്യാക ഇയ്യായ, എന്നെ മാത്രം, ഫഅബ്ദൂൻ, അതിനാൽ നിങ്ങൾ എന്നെ മാത്രം, ഫഅബ്ദൂനി എന്നാണ്, കണ്ടില്ലേ? ഇയ്യായ ഫഅബ്ദൂനി. അപ്പൊ എന്റെ ഭൂമി വിശാലമാണ്, എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കാൻ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അതിന് പറ്റുന്നിടത്തേക്ക് നിങ്ങൾ പോകണം. കാരണം എന്റെ ഭൂമി വിശാലാണ്. അപ്പൊ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അവിടുന്ന് എന്ത് ചെയ്യണം? തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ അവിടുന്ന് മാറണം. ജോലിക്കൊക്കെ ബാധക, മാറിക്കോ, രാജിവെച്ചോ. ഖാലൽ ബഗവി റഹിമഹുല്ല, അതിന് ഹിജ്റ എന്ന് പറയില്ലെങ്കിൽ അതിന് റിസ്കി ഓടിപ്പോവുക എന്നല്ല പറയാ. ബഗവി റഹിമഹുല്ല പറഞ്ഞു, സബബു നുസൂലി ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം, ഫിൽ മുസ്ലിമീന അല്ലദീന ഫീ മക്കത ലം യുഹാജിറു, ഹിജ്റ ചെയ്യാതെ മക്കയിൽ ബാക്കിയായ മുസ്ലിമീങ്ങളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത്. നാദാഹുമുല്ലാഹു ബിസ്മിൽ ഈമാൻ, അള്ളാഹു വരെ ഈമാനിന്റെ പേര് കൂട്ടിയാ വിളിച്ചത്. യാ ഇബാദിയല്ലദീന ആമനൂ എന്നാ വിളിച്ചത്, അല്ലേ? അവർ മുഅ്മിനീങ്ങൾ തന്നെയാണ്. പക്ഷേ അവർക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് അവര് പോയില്ല. വദ്ദലീലു അലൽ ഹിജ്റത്തി മിനസ് സുന്ന, പ്രവാചക ഹിജ്റ നിർബന്ധമാണ് എന്നതിന് സുന്നത്തിൽ നിന്നുള്ള തെളിവെന്താ? ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തൻഖതിഉൽ ഹിജ്റ ഹത്താ തൻഖതിഅ തൗബ വലാ തൻഖതിഉ തൗബ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. അതാണ് ഇതിന്റെ തെളിവ്. എന്താ അർത്ഥം? ഹിജ്റ മുറിഞ്ഞു പോവുകയില്ല, തൗബ മുറിയുന്നത് വരെ. തൗബ ഏതുവരെ ഉണ്ട്? സൂര്യൻ അസ്തമയ സ്ഥാനത്ത് നിന്നും ഉദിക്കുന്നത് വരെ. അതെപ്പോഴാ? അന്ത്യസമയം തുടങ്ങി. പിന്നെ ഇവിടെ രക്ഷണ്ടോ? അപ്പൊ പിന്നെ ഈമാൻ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വന്നു, തൗബ സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ വന്നു. അപ്പൊ അന്ത്യസമയം വരെയും എന്തുണ്ട്? ഹിജ്റ ബാക്കിയാവുന്നു. ഹിജ്റ അവസാനിക്കുന്നില്ല. ഹിജ്റ പോകാനുള്ള കൽപ്പന അന്ത്യസമയം വരെ ഉണ്ട്. തൗബ മുറിഞ്ഞു പോകാത്ത പോലെ ഹിജ്റ ചെയ്യണമെന്ന കൽപ്പനയും മുറിഞ്ഞു പോകില്ല. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയോടനുബന്ധിച്ച് പറഞ്ഞതാണ്. പിന്നെ ഹിജ്റയ്ക്ക് ശേഷം എന്താ ഉണ്ടായത്? പ്രവാചക ചരിത്രമുള്ള പോലെ മഅരിഫത്ത് നബിയല്ലേ. ഫലം മസ്തഖറ ഫിൽ മദീന ഉമിറ ബിബഖിയത്തി ശറാഇഇൽ ഇസ്ലാം മിസ്ലു الزകാത്തി വസ്സൗമി വൽഹജ്ജ് വൽഅദാൻ വൽജിഹാദ് والأمر بالمعروف والنهي عن المنكر وغير ذلك من شرائع الإسلام. أخذ على هذا 10 سنين
വബഅദഹാ തൂഫിയ സ്വലാത്തുല്ലാഹി വസലാമുഹു അലൈഹി വദീനുഹു ബാഖിൻ ഫലമ്മ ഇസ്തഖറ ഫിൽ മദീന. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ, അവിടെ ഉറച്ചപ്പോൾ, അവിടെ പോയി സ്ഥിരതാമസമായപ്പോൾ ഉമിറ ബിബഖിയ്യത്തി ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ബാക്കിയുള്ള ശരീഅത്ത് നിയമങ്ങൾ കൊണ്ട് കൽപ്പനയുണ്ടായി. ഉമിറ കൽപ്പിക്കപ്പെട്ടു, ബിബഖിയ്യത്തി, ബഖിയ്യത്തന അവശേഷിക്കുന്ന. ശരീഅത്തിന്റെ കുറെ കാര്യങ്ങൾ മക്കയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിനൊക്കെ വിശദാംശങ്ങൾ പിന്നെ മദീനയിൽ വെച്ചാണ്. മദീനയിലായപ്പോഴാണ് മുസ്ലിങ്ങൾ ഒരു സമുദായമായി മാറിയത്. അപ്പോഴാണ് എന്തൊക്കെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ബാങ്ക്, ജിഹാദ്, അംറു ബിൽ മഅറൂഫ്, ഇതൊക്കെ അതിനൊക്കെ വിശദാംശങ്ങൾ, മൊത്തത്തിലുള്ള കൽപ്പന ഇതിൽ പലതിനെ പറ്റി മക്കത്തുണ്ടെങ്കിലും അതിന്റെയൊക്കെ വിശദാംശങ്ങൾ, ശരീഅത്തിന്റെ വിശദാംശങ്ങൾ ഉണ്ടായത് എവിടെ വെച്ചിട്ടാണ്? മദീനയിൽ വെച്ചാണ്. ഫലമ്മ ഇസ്തഖറ ഫിൽ മദീന ഉമിറ ബിബഖിയ്യത്തി ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മറ്റ് നിയമങ്ങൾ, ശരീഅത്ത് നിയമങ്ങൾ കൊണ്ട് കൽപ്പനയുണ്ടായി. മിസ്ലു പോലെ, ഏതുപോലെ? ഇത് മാത്രമല്ല, ഇത് ഉദാഹരണത്തിന് കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. മിസ്ലു സകാത്തി വസ്സൗമി വൽ ഹജ്ജ് വൽ അദാൻ, അദാൻ എന്താ? ബാങ്ക്. വൽ ജിഹാദ് വൽ അംരി ബിൽ മഅറൂഫ്, ബദറൊക്കെ ഉണ്ടായത് അവിടുന്നല്ലേ? ജിഹാദിന്റെ പൊതുവായ പല കൽപ്പനകളുണ്ട്. പക്ഷെ ജിഹാദിന്റെ വാളെടുത്തുള്ള ജിഹാദിന്റെ രൂപം ഉണ്ടായത് ബദർ വെച്ച്. അതുവരെ പലപ്പോഴും ചോദിച്ചപ്പോൾ അനുവാദം കൊടുത്തിട്ടില്ലല്ലോ. മക്കത്തുനിന്നൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ചോദിച്ചാല് ജിഹാദ് ഇതോടെ ചോദിച്ചാൽ അനുവാദം കൊടുത്തില്ല. നമ്മൾ മക്ക സ്റ്റേജിലാണ്, മദീനത്തേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോ അങ്ങനെ മരിച്ചു പോകുന്നേ. മദീനയിലെത്തി ഒരു ഇസ്ലാമിക സമുദായം രൂപപ്പെട്ടു. റസൂലുള്ളാഹിന്റെ നേതൃത്വം അംഗീകരിച്ച ഒരു ഉമ്മത്തുണ്ടായി. അവിടെ നബി ശരീഅത്തിന്റെ നിയമങ്ങൾ ഓരോന്നോരോന്നായി എന്തായി? നടപ്പിലാക്കി. വഗൈരി ദാലിക മിൻ ശറാഇൽ ഇസ്ലാം, ഇസ്ലാമിക നിയമത്തിന്റെ ഇതല്ലാത്ത മറ്റ് വശങ്ങളും. അഖദ അലാ ഹാദാ 10 സിനീൻ, ഇങ്ങനെ 10 കൊല്ലത്തോളം കടന്നുപോയി, കഴിച്ചു കൂട്ടി എന്നൊക്കെ പറയാം. അഖദ അലാ ഹാദാ വബഅദഹാ തൂഫിയ, അതിനുശേഷം റസൂലുള്ളാഹി വഫാത്തായി. തൂഫിയ എന്ന് പറഞ്ഞ നബിയുടെ റൂഹ് ഏറ്റെടുക്കപ്പെട്ടു. തവഫാഹുമിൽ മലായിക, കണ്ടില്ലേ? അതിനുള്ളതാണ് തൂഫിയ. വഫാത്തായി, മരിച്ചു. സലാത്തുല്ലാഹി വസലാമുഹു അലൈഹി, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അവിടുത്തെ മേലുണ്ടാകട്ടെ. വദീനുഹു ബാഖിൻ, അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ മതം ഇവിടെ ഇതാ ബാക്കിയാണ്. അതാണ് കിതാബും സുന്നത്തും ഇവിടെ ബാക്കിയാണ്. അതിന് സഹാബത്ത് നൽകിയ വിശദീകരണം ഇവിടെ ബാക്കിയാണ്. ദീൻ ഇവിടെ നിലനിൽക്കുന്നത്. അദ്ദേഹം മരിച്ചു പോയാലും അദ്ദേഹം കൊണ്ടുവന്ന ദീൻ ഇവിടെ നിലനിൽക്കുകയാണ്. വഹാദാ ദീനുഹു, ഇതാ അദ്ദേഹത്തെ കൊണ്ടുവന്ന മതം, അവിടുന്ന് കൊണ്ടുവന്ന മതം ഇവിടെ ബാക്കിയാണ്. ലാ ഖൈറ ഇല്ലാ ദല്ലൽ ഉമ്മത അലൈഹി വലാ ശർറ ഇല്ലാ ഹദ്ദറഹാ മിൻഹു വൽ ഖൈറു അല്ലദീ ദല്ലഹാ അലൈഹി അത്തൗഹീദ്. ശരിക്ക് ദല്ലഹു എന്നാണ് വേണ്ടത് അവിടെ. അത്തൗഹീദു വജമീഉ മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാ. ദല്ലഹ എന്ന് പറഞ്ഞാൽ ദല്ലൽ ഉമ്മത്താന്നാക്കാം. ദല്ലൽ ഉമ്മത്ത അലൈഹി എന്നാക്കാം, കുഴപ്പമില്ല. ദല്ലഹു എന്നാണ് പഴയ കോപ്പികളിലൊക്കെ കാണുന്നത്. ആയിക്കോട്ടെ. ലാ ഖൈറ, ഒരു നന്മയുമില്ല. ഇല്ലാ ദല്ലൽ ഉമ്മത്ത അലൈഹി, ഇല്ലാതല്ല അദ്ദേഹം അറിയിക്കാതെ, അൽ ഉമ്മത്ത ഉമ്മത്തിനെ, അലൈഹി അതിനെ സംബന്ധിച്ച്. ദല്ലാല, ദല്ലാല എന്ന് പറഞ്ഞാൽ അറിയിക്കുക. ഏതൊരു ഖൈറുണ്ടോ ആ ഖൈറിനെ സംബന്ധിച്ച് നബി ഉമ്മത്തിനെ അറിയിക്കാതിരുന്നിട്ടില്ല. ഉമ്മത്തിനെ അറിയിക്കാത്ത ഒരു ഖൈറുമില്ല. എന്തൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു ഉമ്മത്തിനെ അറിയിച്ചിട്ടുണ്ട്. വലാ ശർറ, ഒരു ശർറുമില്ല. ഇല്ലാ ഹദ്ദറഹ, ഉമ്മത്തിന് നബി മുന്നറിയിപ്പ് നൽകാതെ മിൻഹു, അതിൽ നിന്നു. ഇതാ അങ്ങനെ ഒരു ഷെറുണ്ട്. ഏതൊക്കെ ഷെറുണ്ടോ അതിനെ സംബന്ധിച്ചൊക്കെ ഉമ്മത്തിന് നബി എന്ത് ചെയ്തിട്ടുണ്ട്? മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. അല്ല, ഖൈറിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ്, അത് ചെയ്യരുത്. അല്ല, ഷെറിനെ സംബന്ധിച്ച്. ഖൈറിനെ സംബന്ധിച്ച് ഇത് ഖൈറാണ്, നിങ്ങൾ ചെയ്യണം. അവ രണ്ടും നബി അറിയിച്ചിട്ടുണ്ട്. എങ്ങനെ?
അന്നെത്തിന് പിന്നത്തെ ശേഷമുള്ള ചെയ്യേണ്ട നബിയല്ലല്ലോ. നബിസ്വല്ലാസും ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ കൂടെയുള്ള സമുദായത്തിന് അതൊക്കെ എത്തിച്ചിട്ടുണ്ട്. നബിയുടെ പ്രബോധിത സമുദായം അവിടെ ഇപ്പൊ നേർക്ക് നേരെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിന് ശേഷം അത് ഏറ്റെടുക്കുന്ന പണ്ഡിതന്മാര്, പ്രബോധകന്മാര്, ഖലീഫമാര്, അവരിലൂടെയൊക്കെ അങ്ങനെ പിന്നീട് പ്രചരിക്കണ്ട്. അതിലൊക്കെ ചില കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്താത്തുണ്ടാവും. സഹാബത്ത് പഠിച്ച പോലെ പഠിക്കാൻ തയ്യാറില്ലാത്തവരുണ്ടാകും. വൽ ഖൈറുല്ലദീ ദല്ലഹ അലൈഹി, അവിടുന്ന് അറിയിച്ച ഏറ്റവും നല്ല കാര്യം ഏതാണ്? അത്തൗഹീദ്. അല്ലോ വജമീഉ മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ്, വജമീഉ മാ യുഹിബ്ബുഹുല്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന എല്ലാതും, വയർലാഹു അല്ലാഹു തൃപ്തിപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തൗഹീദും അതെന്താണ്? അതാണ് റസൂൽ അറിയിച്ച ഖൈറിലെ ഏറ്റവും വലിയ ഖൈർ. വൽ ഖൈറുല്ലദീ ദല്ലഹ അലൈഹി അത്തൗഹീദു വജമീഉ മാ യുഹിബ്ബുഹുല്ലാഹു വയർലാഹ് വശർറുല്ലദീ ഹദ്ദറഹാ മിൻഹു, അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഷർറ്, ഏറ്റവും വലിയ ഷർറ് ഏതാ? അശ്ശിർക്കു വജമീഉ മാ യക്റഹുല്ലാഹു വയഅബ. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. അല്ലാഹു വെറുക്കുകയും അവൻ യഅബ വിസമ്മതിക്കുകയും അല്ലാഹു സമ്മതിക്കാതിരിക്കുകയും ചെയ്ത എല്ലാം, അതെല്ലാം അബാ യഅബ വിസമ്മതിക്കുക, കറഹ വെറുക്കുക. പിന്നെ കറഹ യക്റഹു വെറുക്കുക, അബാ യഅബ വിസമ്മതിക്കുക. അപ്പൊ അള്ളാഹു വെറുക്കുകയും അവൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ഷർറാണ്. ബഅസഹുല്ലാഹു, അള്ളാഹു അദ്ദേഹത്തെ നിയോഗിച്ചു, ഇലന്നാസി കാഫത്തൻ, മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ് എന്ത് ചെയ്യത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. വഫ്തറള താഅതഹു, അദ്ദേഹത്തെ അനുസരിക്കൽ നിർബന്ധമാക്കി. ജമീഇ സഖലൈൻ അൽ ജിന്നി വൽ ഇൻസ്. സഖലൈൻ എന്ന് പറഞ്ഞാൽ ജിന്നും ഇൻസിനും കൂടി പറയുന്ന പേരാണ്. അതാണ് രണ്ടിട്ടിടൽ ജിന്നി വൽ ഇൻസി എന്ന് കൊടുത്ത്. അപ്പൊ അദ്ദേഹത്തെ അനുസരിക്കൽ എല്ലാ ജിന്നുകളുടെയും ഇൻസുകളുടെയും മേൽ നിർബന്ധമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിലേക്ക് മാത്രമുള്ള റസൂലല്ല, ജിന്നുകളിലേക്കുള്ള റസൂലാണ്. ഈ ഖുർആനും ഈ ഹദീസും ഒക്കെ ആർക്കും ബാധകമാണ്? ജിന്നുകൾക്കും ബാധകം. ഇവിടേക്ക് ഒരു ഒന്നിരുന്ന് കേൾക്കുന്നുണ്ടാവും ക്ലാസ്. വദ്ദലീൽ ഖൗലുഹു തആല ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. നിങ്ങൾ വൈകിയതിനെ പറ്റി പോലും ഇങ്ങനെ വിചാരിക്കണ്ടായി, ഇത് ഈ പഹേർക്ക് നേരത്തെ വന്നോടെ. ഖുൽ നബിയെ പ്രഖ്യാപിക്കുക, യാ അയ്യുഹന്നാസ് മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള റസൂലാണ്, ജമീഅൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും. അപ്പൊ മനുഷ്യരെ മൊത്തം വിളിച്ചിട്ടാ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നല്ല, മുഅ്മിനീങ്ങളെ നിങ്ങൾക്കുള്ള റസൂലാണെന്നല്ല, മനുഷ്യരെ ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കുമുള്ള റസൂലാകുന്നു. അത് എത്രാമത്തെ ആയത്താ സുഹൈലെ? സുഹൈല് പറയട്ടെ. അറാഫ് 158 58. അത് വാക്മലല്ലാഹു ബിഹിദ്ദീന, അള്ളാഹു അദ്ദേഹത്തെ കൊണ്ട് പൂർത്തിയാക്കി അദ്ദീന മതത്തെ, ദീനെ പൂർത്തിയാക്കി. വദ്ദലീൽ ഖൗലുഹു തആല, അതിന്റെ തെളിവെന്താ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കിയിരിക്കുന്നു. അത് വഹയ്യാകുന്ന അനുഗ്രഹം, ഇനി വഹി വരാനില്ല. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൽ മാഇദ
റഖമുൽ ആയ 3. വദ്ദലീലു അലാ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കും എന്നതിന്റെ തെളിവെന്താ? ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ, നീ മരിക്കുന്നവനാണ് അവരും മരിക്കുന്നവരാണ്. സുമ്മ ഇന്നക്കും, പിന്നെ നിങ്ങൾ യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ ഇന്ദ റബ്ബിക്കും തഖ്തസിമൂൻ, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ വഴക്കടിക്കും. അല്ലേ? എന്നെ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓലി പറഞ്ഞുള്ളൂ നിങ്ങൾ ആരാധിക്കണമെന്ന്. ബഹളോടെ അല്ലേ? ഈസാ നബി പറയും ഞാൻ പറഞ്ഞില്ല എന്നെ ആരാധിക്കണമെന്ന്, മൊഹീദ്ദീൻ പറയും ഞാൻ പറഞ്ഞില്ല എന്നെ ആരാധിക്കണമെന്ന്. അല്ലേ? അങ്ങനെയുള്ള ബഹളമൊക്കെ അവിടെ ഉണ്ടാവും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ഇന്ദ റബ്ബിക്കും തഖ്തസിമൂൻ, നിങ്ങൾ റബ്ബിന്റെ അടുക്കൽ വെച്ച് പിന്നീട് നിങ്ങൾ വഴക്കടിക്കുന്നതാണ്. അതുണ്ട്. നബി അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ ഉമർ റളിയല്ലാഹു വാള് പിടിച്ചിട്ട് ഇങ്ങനെ നബി മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാള് കൊണ്ട് ഞാൻ വെട്ടുന്നുണ്ട് അല്ലേ, പള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിലാണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് മിമ്പർമക്കാണ് കയറി. വെള്ളിയാഴ്ച മാത്രമല്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞൊക്കെ മിമ്പർമ കയറാൻ തെളിവാത്. മിമ്പർമക്കാണ് കയറിച്ചൊരു പ്രസംഗം, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ അദ്ദേഹം മരിച്ചിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും അള്ളാഹുവിനാണ് ആരാധിച്ചിരുന്നെങ്കിൽ അവനിപ്പോഴും എന്താണ്, മരിക്കാതെ ജീവനോടെ ഇരിക്കുകയാണ്. എന്നിട്ടൊരു ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇൻ മാത ഔ ഖുതില ഖലതും അലാ അഖാബികും. മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്, അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ പിൻകാലുകളിൽ തന്നെ മടങ്ങുകയോ. അത് ഉഹദ് യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്നൊരു പ്രചാരമുണ്ടായപ്പോൾ കുറെ ആളുകളൊക്കെ യുദ്ധത്തെ പിന്തിരിഞ്ഞു. അതിനെ സംബന്ധിച്ചിറങ്ങിയ ആയത്താത്, മനസ്സിലായില്ലേ? ഈ ആയത്ത് കേട്ടപ്പോൾ ഉമർ ഖത്താബ് അങ്ങനെ ഒരു ആയത്തുണ്ടല്ലേ, ചിലതൊക്കെ ചിലപ്പോൾ ക്ലിക്കാകുക, അപ്പളെ ക്ലിക്കാകുക, അങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്നവരെ തോന്നുന്നതാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ, മുഹമ്മദ് ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് എത്രയോ റസൂലുകൾ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളെ കാലത്ത് തന്നെ വന്ന കാലത്ത് തന്നെ മടങ്ങാൻ നിങ്ങൾ ശിർക്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം സംഭവിച്ചപ്പോൾ ഒരു തഹയ്യുർ, ഒരു പരിഭ്രമം സഹാബത്തിനുണ്ടായി. മാത്രമല്ല ആ തഹയ്യുർ കൊണ്ടാണല്ലോ ഒരു 1-2 ദിവസത്തോളം വൈകിയല്ലോ. തിങ്കളാഴ്ച മരിച്ചിട്ട് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ചയല്ലേ മറവിയുന്നത്. അതായത് എന്തു ചെയ്യണം എന്നതിനെ സംബന്ധിച്ചൊരു പരിഭ്രാന്തി ഉണ്ടായി. മാത്രമല്ല ഖലീഫയെ തെരഞ്ഞെടുക്കാതെ നബിയുടെ മയ്യത്ത് മറവ് ചെയ്യണ്ട എന്ന തീരുമാനത്തിലും എത്തി. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും മറ്റും നടന്നു. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് ആരും നേതൃത്വം കൊടുത്തില്ല. കാരണം നേതൃത്വം കൊടുത്താൽ ഖലീഫയില്ലേ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിട്ട് നിസ്കരിച്ചിട്ടാണ് 2 ദിവസം കൊണ്ട് നിസ്കാരം നടന്നത്. അതെ അതെ അങ്ങനെ അതും ആവാം, പല കാരണങ്ങളുണ്ട്. പിന്നെ എവിടെ മറവ് ചെയ്യണം, എങ്ങനെ മറവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി സംശയം ഉണ്ടായി. ഇല്ല, പറഞ്ഞൊരു ഹദീസ് പിന്നെ അബൂബക്കർ സിദ്ദീഖിന് ഓർമ്മ വന്നു. പിന്നെ ഒരു നബി എവിടെ വെച്ച് മരിച്ചോ അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടതെന്നുള്ള ഹദീസ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, പ്രൈവറ്റ് റൂമിലാക്കാൻ കാരണം വെളിയിൽ എവിടെയെങ്കിലും ആക്കിയ ജനങ്ങൾ ആരാധനാ കേന്ദ്രമാക്കുന്നുള്ള പേടി കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? പല പ്രസംഗങ്ങളുണ്ട്. ഷാഫി സബാഹിന്റെ ഉണ്ട്, സുഹൈർ ജുംഖത്തറിന്റെ ഉണ്ട്, പിന്നെ ഹുസൈൻ സലഫിന്റെ ഉണ്ട്, ഷംസുദ്ദീൻ ബാലത്തിന്റെ ഉണ്ട്. റസൂലിന്റെ വഫാത്ത് വളരെ ഹൃദയസ്പൃക്കായ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളാണ്. ഹുസൈൻ സലഫിന്റെ ആ വിഷയത്തിൽ ഇപ്പൊ പല ആളുകളും പ്രസംഗിച്ചിട്ടുണ്ട്, വഫാത്തുർ റസൂൽ കേട്ടോ. പിന്നെ വന്നാസു ഇദാ മാതു യുബ്അസൂൻ, മനുഷ്യർ അവർ മരിച്ചാൽ യുബ്അസൂന, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. പുനർജീവിപ്പിക്കപ്പെടുന്ന ചില ആളുകൾ പോലെ പുനർജീവിതമല്ല, പുനരുത്ഥാനമാണ്. പുനർജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളൊക്കെ പറയുന്നത് പോലെ അടുത്ത ജന്മത്തിൽ, അടുത്തൊരു ജന്മം, ആ ജന്മത്തിൽ പട്ടിയായോ പൂച്ചയായോ നല്ലവനായോ ഒക്കെ വരിക എന്നുള്ളത്, അതാണ് പുനർജനിക്കൽ. നമ്മൾ പുനർജനിക്കല്ല, പുനരുത്ഥാനമാണ്. അതായത് മരിച്ചുപോയ അതേ ശരീരത്തോടും ആത്മാവോടും കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്.
പുനരുത്ഥാനമാണ്. മനസ്സിലായില്ലേ? അതാണ് ബഅസ്. ബഅസ് പറഞ്ഞാൽ പുനരുത്ഥാനം. വന്നാസു മനുഷ്യർ ഇദാ മാത്തു അവർ മരിച്ചാൽ മാത്തു അവർ മരിച്ചു. കേട്ടോ? ഓരോ വാക്കും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നേരത്തെ തഖ്തസിമും പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദിച്ചോ? മയ്യിത്തുൻ മയ്യിത്താനി മയ്യിത്തൂന ഇഖ്തസമ യഖ്തസിമു തഖ്തസിമൂൻ. തർക്കിക്ക കലഹിക്ക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹിസാമു തർക്കം. വദ്ദലീലു ഖൗലുഹു തആല പുനരുദ്ധാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തെളിവെന്താ? മിൻഹാ ഖലഖനാകും. സൂറത്ത് ത്വാഹ 55. അതിൽ നിന്ന് നാം അവരെ സൃഷ്ടിച്ചു. മിൻഹ അതിൽ നിന്ന്, അതാ ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും അതിലേക്ക് തന്നെ നിങ്ങളെ മടക്കുകയും ചെയ്യും. വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ അതിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടി ഞങ്ങളെ നാം പുറത്തു കൊണ്ടുവരും. അഖ്റജ യുഖ്രിജു ആദ യുഈദു ആണ് മടക്കുക. അതിലേക്ക് തന്നെ മടക്കുന്നില്ലിന് ആദ യുഈദു നുഈദു നാം മടക്കും കും നിങ്ങളെ. ഖലഖ്തു ഞാൻ സൃഷ്ടിച്ചു. ഖലഖ്നാ നാം സൃഷ്ടിച്ചു. കും നിങ്ങളെ. മിൻഹ അതിൽ നിന്നും നാം നിങ്ങളെ സൃഷ്ടിച്ചു. വഫീഹ അതിൽ തന്നെ അല്ല അതിലേക്ക് തന്നെ. നുഈദു നാം മടക്കും കും നിങ്ങളെ. വമിൻഹ അതിൽ നിന്ന് തന്നെ നുഖ്രിജുക്കും അഖ്റജ യുഖ്രിജു പുറത്തു കൊണ്ടുവരും. കും നുഖ്രിജുക്കും നാം നിങ്ങളെ പുറത്തു കൊണ്ടു. താറത്തൻ ഉഖ്റ മറ്റൊരിക്കൽ. ഉഖ്റ എന്ന് പറഞ്ഞാൽ വേറെ, താറത്ത് എന്ന് പറഞ്ഞാൽ തവണ. മറത്ത് എന്നുള്ള അർത്ഥം. മറ്റൊരു പ്രാവശ്യം അതിൽ നിന്ന് തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. വഖൗലുഹു തആല വേറൊരു തെളിവും കൂടി. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ ثم يعيدكم فيها ويخرجكم إخراجا. സൂറത്ത് നൂഹ് 17 و18. വല്ലാഹു അംബതകും അല്ലാഹു നിങ്ങളെ മുളപ്പിച്ചിരിക്കുന്നു. മിനൽ അർളി ഭൂമിയിൽ നിന്നും. നബാത്തൻ ഒരു മുളപ്പിക്കൽ. ചെടി മുളപ്പിക്കുന്നത് പോലെ നിങ്ങളെ അല്ലാഹു മുളപ്പിച്ചിരിക്കുന്നു. സുമ്മ യുഈദുക്കും ഫീഹ പിന്നെ അതിലേക്ക് തന്നെ അവൻ നിങ്ങളെ ഒരിക്കൽ മടക്കുകയും ചെയ്യും. വയുഖ്രിജുക്കും അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇഖ്റാജ ഒരിക്കൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അഖ്റജ യുഖ്രിജു ഇഖ്റാജ് ആദ യുഈദു. നബാത്ത് എന്ന അമ്പത്തക്കും നബാത്ത എന്ന് പറഞ്ഞ ഒരു മുളപ്പിക്കൽ. യുഖ്രിജുക്കും അവൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഇഖ്റാജൻ ഒരിക്കൽ ഒരു പുറത്തു കൊണ്ടുവരൽ. പിന്നെ വബഅദൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മുഹാസബൂന അവർ അഥവാ മനുഷ്യർ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. വമജ്സിയൂന പ്രതിഫലം നൽകപ്പെടുന്നവരുമാണ്. ബിഅമാലിഹിം അവരുടെ പ്രവർത്തനങ്ങൾക്ക്. മജ്സിയൂൻ ജസാക്കല്ലാഹ് നമ്മളല്ലേ ജസാക്കല്ലാഹു ഖൈറ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്നാണ്. അത് പറഞ്ഞ എന്താ നമ്മൾ പറയേണ്ടത്? വയ്യാക്കും നിങ്ങൾക്കും തരട്ടെ. അതായിരുന്നു ജസാക്കുമുല്ലാഹു ഖൈറ അള്ളാഹു നിങ്ങൾക്ക് ജസാ തരട്ടെ. അപ്പോ ഇയ്യാക്കും നിങ്ങൾക്കും തരട്ടെ. ഇത്രയാണ് നമ്മൾ കേട്ടിട്ടില്ല. ഇനിയിപ്പോ ഈ പറഞ്ഞ എന്താ വാന്തൊന്നും പറയണല്ലോ. ആരാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? ആയിക്കോട്ടെ. മജ്സിയു മുഹാസബൂൻ ഹാസബ യുഹാസിബു ഹിസാബ് മുഹാസബത്ത്. മുഹാസിബുകളൊക്കെ അറിയില്ലേ? അക്കൗണ്ടന്റ്. അവിടെ കുറെ മുഹാസിബികളുണ്ട്. ഒരു മുഹാസിബാണ്.
മുഹാസബാണിത്. മുഹാസിബ് കണക്ക് നോക്കുന്നവൻ, മുഹാസബ് കണക്ക് നോക്കപ്പെടുന്നവൻ, വിചാരണ ചെയ്യപ്പെടുന്നവൻ. അപ്പൊ മനുഷ്യർ ബഅസിന് ശേഷം വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. മുഹാസബുൻ, മുഹാസബാനി, മുഹാസബൂന. മജ്സിയൂൻ, മജ്സിയുൻ ജസാ നൽകപ്പെടുന്നവൻ, പ്രതിഫലം നൽകപ്പെടുന്ന. മജ്സിയാനി മജ്സിയൂൻ ബിഅഅമാലിഹിം അവരുടെ അമലുകൾക്ക് പകരമായി, അമലുകൾക്ക് പകരമായി ജസാ നൽകപ്പെടുന്നവരുമാകുന്നു മനുഷ്യർ. അതിന് ദലീൽ എന്താണ്? ഖൗലുഹു തആല വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് ലിയജ്സിയല്ലദീന അസാഊ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്നാ. സൂറത്തുൻ നജ്ം 31. വലില്ലാഹി അല്ലാഹുവിനുള്ളതാകുന്നു മാ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളത്, വമാ ഫിൽ അർളി ഭൂമിയിലുള്ളതും, ലിയജ്സിയല്ലദീന അസാഊ തെറ്റുകൾ പ്രവർത്തിച്ചവർക്ക് ജസാ നൽകാൻ, ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിന് പകരമായി, വയജ്സിയല്ലദീന അഹ്സനു നന്മകൾ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം കൊടുക്കുവാനും, ബിൽ ഹുസ്ന ഏറ്റവും ഉത്തമമായതുകൊണ്ട് ഏറ്റവും നല്ല പ്രതിഫലം നൽകാൻ വേണ്ടിയും. അപ്പൊ ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്. തിന്മ പ്രവർത്തിച്ചവർക്ക് അവർ തിന്മക്കനുസരിച്ചുള്ള പ്രതിഫലവും നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവും നൽകാൻ വേണ്ടി എത്രേ അത്. അസാ യുസീഉ ഇസാഅത്ത് തെറ്റ് ചെയ്യുക, സൂ അഹ്സന യുഹ്സിനു അഹ്സന അഹ്സന അഹ്സനു ജസാ യജ്സി ലിയജ്സിയ ലി എന്ന വേണ്ടി, ലിയജ്സിയ അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി, അല്ലദീന അസാഉ തെറ്റ് പ്രവർത്തിച്ചവർക്ക്, ബിമാ അമിലു അവരുടെ അമലുകൾക്ക് പകരം അവർ പ്രവർത്തിച്ചതിന് പകരമായി, വയജ്സിയല്ലദീന അഹ്സനു നന്മ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലം നൽകാൻ വേണ്ടിയും, ബിൽ ഹുസ്ന ഏറ്റവും നല്ല പ്രതിഫലം. അതെന്താ? സ്വർഗം. വമൻ കസ്സബ ബിൽ ബഅസ്. മനസ്സിലായില്ലേ? ഇന്നെന്താ ബാക്കിലൊന്നൊരു ഉഷാറില്ലല്ലോ റബ്ബേ, കട്ടൻ ചായ ഇട്ടായിട്ടുണ്ട്. വമൻ കസ്സബ ബിൽ ബഅസ് കഫർ. ആരെങ്കിലും ബഅസിനെ നിഷേധിച്ചാൽ അവൻ കാഫിറായി. വമൻ കസ്സബ ബിൽ ബഅസ് കഫറ. കസ്സബ യുകദ്ദിബു കളവാക്കുക, നിഷേധിക്കുക. ബഅസ് പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്. മരണാനന്തരം ഈ തടിയോടുകൂടി തന്നെ റൂഹും തടിയും ഒന്നിച്ച് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നതിന് ആരെങ്കിലും തള്ളി പറഞ്ഞാൽ, നിഷേധിച്ചാൽ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആ മരിച്ച് മണ്ണോട് ചേരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കാഫിറായി. മനസ്സിലായില്ലേ? സത്യം നിഷേധിയായി. വദ്ദലീലു ഖൗലുഹു തആല. അതിന്റെ തെളിവെന്താ? സഅമല്ലദീന കഫറൂ അൻ ലം യുബഅസൂ ഖുൽ ബലാ വറബ്ബി ലതുബ്അസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും വദാലിക അലല്ലാഹി യസീർ. അത്തഗാബുൻ 7. സഅമല്ലദീന കഫറൂ സത്യനിഷേധികൾ വാദിച്ചു. അല്ലെങ്കിൽ ഒരു ബുക്കുള്ളവന്റെ അടുത്തേക്ക് ഇരുന്നോ? സീറ്റില്ല. സഅമല്ലദീന കഫറൂ സത്യനിഷേധികൾ വാദിച്ചു, അല്ല യുബ്അസൂ. ഇങ്ങോട്ടൊന്നോളി, ഇവിടിരിക്ക. വാദിച്ചു അല്ലെങ്കിൽ ജൽപ്പിച്ചു. എന്ത്? അല്ല യുബ്അസൂ അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല. ലൻ എന്ന നെവർ, ഒരിക്കില്ല. ലൻ യുബ്അസൂ അവർ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്നവർ വാദിച്ചു അല്ലെങ്കിൽ ജൽപ്പിച്ചു. സഅം എന്ന് പറഞ്ഞാലേ, സഅം എന്ന് പറഞ്ഞാൽ തെളിവില്ലാത്ത വാദത്തിനാൽ ജൽപ്പനം എന്നൊക്കെ പറയില്ലേ നമ്മുടെ മലയാളത്തില്. അറബിയേക്കാള് ബുദ്ധിമുട്ടല്ലേ ജൽപ്പനം? അവന്റെ ജൽപ്പനമാണത്. അത് തെളിവില്ലാത്ത വർത്താനാണ്. സത്യനിഷേധികൾ അല്ലദീന കഫറു സത്യനിഷേധികൾ വാദിച്ചു. അൻ എന്താ വാദിച്ചത്? അന്നഹു എന്നർത്ഥ ലൻ ലൻ യുബ്അസു ഒരിക്കലും അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതേ അല്ല. ലന്നിന് ഭാവിയിൽ ഉണ്ടാവൂല എന്നുള്ളതിനെ. ഖുൽ പറയുക നബിയെ, ബലാ അങ്ങനെ അതെ, വറബ്ബി എന്റെ റബ്ബാണ് സത്യം. ലതുബ്അസുന ലാ എന്ന
തീർച്ചയായും സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ റബ്ബിന്റെ ഒന്ന് കനം കൂട്ടാൻ വേണ്ടി വറബ്ബി ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ പിന്നീട് ലതുനബ്ബഉന്ന നിങ്ങൾ അറിയിക്കപ്പെടുക തന്നെ ചെയ്യും. ബിമാ അമിൽതും നിങ്ങൾ ചെയ്തതിനെ സംബന്ധിച്ച്. വദാലിക അലല്ലാഹി യസീർ അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല എന്ന് ഞങ്ങളൊന്ന് മരിച്ചു മണ്ണായി പോവുകയുള്ളൂ എന്നാര് പറഞ്ഞു? സത്യനിഷേധികൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചിരുന്ന കൗമുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി നബിയോട് പറയാണ്, ബല അതെ നിങ്ങളാ പറയും പോലെയല്ല സംഗതി. റബ്ബി എന്റെ റബ്ബാണ് സത്യം. ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ബഅസ യബ്അസു അതിന്റെ മജ്ഹൂലായ പ്രയോഗമാണ്. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും കർത്താവിനെ പറയാതെ പറയുന്ന രീതി ഉണ്ടല്ലോ. അല്ല നിങ്ങൾ തുബ്അസുന്നയാണ്. യുബ്അസുന്നല്ല ലതുബ്അസുന്ന നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. സുമ്മ ലതുനബ്ബഉന്ന പിന്നെ നിങ്ങൾ അറിയിക്കപ്പെടും ബിമാ അമിൽതും നിങ്ങൾ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. വദാലിക അലല്ലാഹി യസീർ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിലാണ്ടോ? ബാക്കിൽ അടുത്തത് വഅർസലല്ലാഹു ജമീഅർ റുസുലി മുബശ്ശിരീന വമുൻദിരീൻ അല്ലാഹു മുഴുവൻ ദൂതന്മാരെയും അയച്ചു. മുബശ്ശിരീന സന്തോഷവാർത്ത അറിയിക്കുന്നവരായി. അതായത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. അതാണല്ലോ പ്രവാചകന്മാർ നൽകുന്ന സന്തോഷവാർത്ത, ബിശാറത്ത് അല്ലെ, സുവിശേഷം. സന്തോഷവാർത്തക്ക് മലയാളത്തിൽ സുവിശേഷം എന്നാ പറയുന്നത്. വമുൻദിരീന സുവിശേഷം എന്ന് പറയുമ്പോ വേഗം അങ്ങോട്ട് പോകൂലേ, ഒരിക്കൽ മാത്രമേ സുവിശേഷം അറിയിക്കാൻ പാടുള്ളൂ. വമുൻദിരീന മുന്നറിയിപ്പ് നൽകുന്നവരും. ബശ്ശറ യുബശ്ശിറു മുബശ്ശിർ അതിന്റെ ബഹുവചനാണ് മുബശ്ശിരീൻ. പിന്നെ അൻദറ യുൻദിറു മുൻദിർ മുൻദിറും മുൻദിറാനി മുൻദിരീൻ. അപ്പൊ മുന്നറിയിപ്പ് നൽകുന്നവർ. എന്താ മുന്നറിയിപ്പ്? തിന്മകൾ പ്രവർത്തിച്ചവർക്ക് നരകശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പ്. നന്മകൾ പ്രവർത്തിച്ചവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്തയും. അപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുന്നവരും സുവിശേഷം അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ്. അപ്പൊ രണ്ട് ഡ്യൂട്ടിയാണ് പ്രവാചകന്മാർക്കുള്ളത്. ഒന്ന് സന്തോഷ വാർത്ത അറിയിക്കല്, മറ്റൊന്ന് മുന്നറിയിപ്പ് നൽകല്. സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത, നരകം കൊണ്ടുള്ള താക്കീത് മുന്നറിയിപ്പ്. ഈ രൂപത്തിലാണ് പ്രവാചകന്മാരെ അള്ളാഹു അയച്ചത്. മുന്നറിയിപ്പ് നൽകുന്നവരായും സന്തോഷ വാർത്ത അറിയിക്കുന്നവരായും. വദ്ദലീലു ഖൗലുഹു തആല ഉന്നതനായ റബ്ബിന്റെ വചനമാണ് അതിനുള്ള തെളിവ്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ ലഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. അൻ-നിസാ 156 ഓ 65 65 മറ്റേ 56 ആവും. റുസുലൻ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. എങ്ങനെ? മുബശ്ശിരീന സന്തോഷവാർത്ത. ജുനൈദ് വേറെ ഒന്നും എത്തിയിട്ടില്ലേ? മുബശ്ശിരീന സന്തോഷവാർത്ത അറിയിക്കുന്നവരായി. വമുൻദിരീൻ മുന്നറിയിപ്പ് നൽകുന്നവരുമായി. ലി അല്ലാ യകൂന ഇല്ലാതിരിക്കുവാൻ. കാനയക്കൂനു ലി അല്ലാ യകൂന ഇല്ലാതിരിക്കുവാൻ. ലിന്നാസി ജനങ്ങൾക്ക്. അലല്ലാഹി അല്ലാഹുവിനെതിരിൽ. ഹുജ്ജത്തുൻ ഒരു ന്യായം. ബഅദർ റുസുൽ ദൂതന്മാർക്ക് ശേഷം. ദൂതന്മാരെ അയച്ചതുകൊണ്ട് പഠിച്ചോനെ എങ്ങനെയൊക്കെ സ്വർഗവും നരകവും വിചാരണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നേരത്തെ അറിയിച്ചുകൂടായിരുന്നില്ലേന്ന് അള്ളാഹ്ക്ക് എതിരിൽ വരും ചെയ്യും, ന്യായം പറയും. ആ ന്യായം പറയാൻ സാധിക്കാതിരിക്കാനാണ് റസൂലുകളെ അയച്ചത്. ഞാൻ റസൂലിനെ അയച്ചില്ലേ, ഞാൻ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥം നൽകിയില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയാവും, ഇങ്ങനെ പോയാൽ ഇവിടുത്തെ എത്തുക എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹ്ക്ക് ഇങ്ങോട്ട് ന്യായം പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് ഒന്നും പറയാൻ ഉണ്ടാവില്ല. അപ്പൊ ഏനെ അങ്ങോട്ട് ചാരാൻ നിൽക്കണ്ട. അതിനാണ് അല്ലാ യകൂന ലിന്നാസ് ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുവാൻ. റിയാസ്
ബിഅല്ലാ യകൂന ലിന്നാസി ഹുജ്ജത്ത് അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കെതിരിൽ, അള്ളാഹ് ലിന്നാസ് ജനങ്ങൾക്ക് അനുകൂലമായി. മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് അള്ളാഹ്ക്കെതിരായിട്ട് ഒരു ന്യായം ഉണ്ടാകാതിരിക്കാൻ. ബിഅല്ലാ യകൂന ലിന്നാസ് അർത്ഥങ്ങൾ തന്നെ പറഞ്ഞു പഠിക്കണം. ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുവാൻ അലല്ലാഹി അള്ളാഹുവിനെതിരിൽ ഹുജ്ജത്തുൻ ഒരു ന്യായം ബഅദർ റുസുൽ റസൂലുകൾക്ക് ദൂതന്മാരയച്ചതിന് ശേഷം പിന്നെ ഒരു ന്യായം പറയാൻ അവർക്ക് സാധിക്കാതിരിക്കണം. അതിനാണ് അള്ളാഹു ചെയ്തത്, റസൂലുമാരെ അയച്ചത്. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, അത് റബ്ബാണെന്നുള്ള സമ്മതം മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ളൂ. ആദമിന്റെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്റെ അടുക്കൽ നിന്ന് മുന്നറിയിപ്പുകാരൻ വരുമ്പോ, താക്കീതുകാരൻ വരുമ്പോൾ സ്വീകരിക്കണം. ആ ഒരു വാഗ്ദാനം അനുസരിച്ചാണ് എല്ലായിടത്തും അള്ളാഹു എന്ത് ചെയ്തത്, റസൂലുമാരെ അയച്ചത്. അവ്വലുഹും നൂഹുൻ അലൈഹിസ്സലാം. ചെല്ലാരൊക്കെ വിചാരം ആദം നബിയാണ് ആദ്യത്തെ റസൂൽ എന്നാണ്. ആദം നബി നബിയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ റിസാലത്തില്ല. റിസാലത്തുള്ള ആദ്യത്തെ ഒരു സമൂഹത്തെ ആദ്യം അഭിമുഖീകരിച്ച ആളാരാ? നൂഹ് നബിയാണ്. ചില ആളുകളെ അഭിപ്രായം ആദം നബിന്റെയും നൂഹ് നബിന്റെ ഇടയ്ക്ക് ഇദ്രീസ് നബി ഉണ്ട്. ആദം ഇദ്രീസൊളി നൂഹും പിന്നെന്താ മാപ്പിളപ്പാട്ടിലായിട്ടില്ല അവിടെ. ആദം കഴിഞ്ഞാൽ ഇദ്രീസാണ് ആളുകളെ വിചാരം ഉണ്ട്. അതുകൊണ്ട് നബിയാണ്, പക്ഷെ പ്രബോധനം ചെയ്യാനുള്ള കൽപ്പന അല്ല. അതിനോട് കാലത്ത് ആദം നബി തന്നെയല്ലേ ഉള്ളൂ, ആകെ ആദം നബി ആവുകയല്ലേ ഉള്ളൂ. ഒരു സമൂഹമല്ലല്ലോ. അതെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ പഠിപ്പിച്ചു, അദ്ദേഹത്തിന് മക്കളെ പഠിപ്പിച്ചു. ഒരു സമൂഹം അദ്ദേഹത്തിന് മുമ്പിലില്ല. പിന്നെയുള്ള അവർ മക്കളെ പഠിപ്പിച്ചു, അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു സമൂഹത്തെ ഒന്നാമത് അംഗീകരിച്ചത് ആരാണ്? നോഹ് നബിയാണ്. ഇദ്രീസ് നബി ബനൂ ഇസ്രായേലിലെ ഒരു നബിയാണ്. എത്രയോ നമ്മളെ ചില ചരിത്രകാരന്മാർക്ക് സംഭവിച്ച തെറ്റാണെന്ത്, ആദം നബിക്കും നോഹ് നബിക്കും ഇദ്രീസ് എന്ന നബി ഉണ്ട്. ഇദ്രീസ് നബിയെ സംബന്ധിച്ച് ഉള്ളത് അദ്ദേഹം ബനൂ ഇസ്രായേലിലെ നബിയാണെന്നാണ്. തെളിവൂടെ പറയുമ്പോ ഉണ്ട്, തർക്കിക്കാൻ നിൽക്കണ്ടേ, തെളിവൂടെ വരാൻ ഉണ്ട്. ജീവിച്ചു തന്നെ, ജീവിതവും പ്രബോധനമൊക്കെ ഒന്നിച്ച് തന്നെ പറഞ്ഞത്. ഇല്ലാ ഹംസീന ആമാൻ, 1050 കുറഞ്ഞിട്ട്. അന്ന് അത്ര ആയുസുണ്ടാവും മനുഷ്യന്മാർക്ക്, അന്നത്തെ മനുഷ്യന്മാർക്ക് അത്ര ആയുസുണ്ടാവും. ഖിളർ നബി തന്നെയാണ്. ഖിളർ വലിയല്ല, ഖിളർ വലിയാണ് എന്നാണ് ആളുകളുടെ പ്രചാരം. ഖിളർ ഇപ്പോഴും ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്നുണ്ട്, അതിലെ കണ്ടങ്ങനെ പിടിച്ചു വെക്കും. ഈ എല്ലുമ്പ ഞെക്കി നോക്കില്ല. അത് ഉണ്ടാവുമല്ലോ. ചില കാര്യങ്ങൾ ചില നബിമാർക്ക് പ്രത്യേകം അറിയിച്ചു കൊടുക്കും. നബിമാർ തമ്മിൽ ഏറ്റക്കുറച്ചിലുണ്ടല്ലോ പല കാര്യത്തിലും. തിൽക്കർ റസൂല് ഫളൽനാ ബഅദഹും അലാ ബഅദ്. റസൂലുമാർ ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണത്. അപ്പൊ പ്രവാചകന്മാരിൽ അവ്വൽ ആരാണ്? അവ്വലുർ റുസുൽ. മൻ ഹുവ അവ്വലുർ റുസുൽ എന്ന് ചോദിച്ചാൽ അവ്വലുർ റുസുൽ നൂഹ് അലൈഹിസ്സലാം. മൻ ഹുവ ആഖിറുർ റുസുൽ വആഖിറുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖാതമുൻ നബിയ്യീൻ. നബിമാരിൽ അന്തിമനാകുന്നു അദ്ദേഹം. നബിയുടെ ഖുതിമ ബിയൻ നബിയൂൻ, എന്നെ കൊണ്ട് നബിമാരുടെ കാലം നബിമാർ പൂർത്തിയാക്കപ്പെട്ടു. നബി ഖാതമുൻ നബിയീനാണ് ആയത്തുണ്ടല്ലോ. മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വ ഖാതമുൻ നബിയ്യീൻ. മുഹമ്മദ് നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല, പിന്നെ അള്ളാഹുവിന്റെ റസൂലും നബിമാരിൽ അന്തിമനുമാകുന്നു. ഇനി അവ്വലുർ റസൂല് നൂഹ് നബി എന്നതിന്റെ ഖുർആനിലെ തെളിവ്. വദ്ദലീലു അലാ അന്ന അവ്വലഹും നൂഹ് ഖൗലുഹു തആല. അവരിൽ ആദ്യത്തെ ആള് നൂഹാണ് എന്നതിന് അള്ളാഹിന്റെ വചനമാണ് തെളിവ്. ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. സൂറത്തുൻ നിസാ 163. നാം നിനക്ക് വഹി നൽകിയിരിക്കുന്നു
കമാ ഔഹൈനാ ഇലാ നൂഹ്, നൂഹ് നബിക്ക് നാം വഹി നൽകിയതുപോലെ, വൻ നബിയ്യീന മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും. കണ്ടോ? അപ്പൊ നൂഹ് നബിയും പിന്നെ നൂഹ് നബിക്ക് ശേഷമല്ല, മുമ്പ് നബിമാരുണ്ടെങ്കിൽ അത് പറയല്ലോ പ്രത്യേകം. അപ്പൊ അതാണ് ഒരു തെളിവ്. ഇല്ല, അത് വേറെയും തെളിവുണ്ടെന്നേ. ഞാൻ ഹദീസിൽ തന്നെ തെളിവ് വരുന്നുണ്ട്. ഇപ്പൊ ഷഫാഅത്തിന്റെ ഹദീസില്ലേ, ഷഫാഅത്തിന്റെ ഹദീസില് ആളുകൾ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന എന്താ? അന്ത അവ്വലു റസൂൽ എന്നാണ്. നിങ്ങളാണല്ലോ റസൂലുകളിൽ ഒന്നാമത്തെ ആള്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒന്ന് ശുപാർശ പറയാൻ വേണ്ടി നിങ്ങൾ പോണോന്ന് ആര് പറഞ്ഞു? ആളുകൾ ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അല്ല, നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്. അത് ഷഫാഅത്തിന്റെ ഹദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ഇന്നെ തെളിഞ്ഞല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ ജനതയാവോ അതോ എല്ലാ ജനങ്ങളും അങ്ങനെ ചെയ്യോ? എന്തേ? ആ എല്ലാരും കൂടി ചെന്നിട്ടല്ല, മനുഷ്യ അവിടെ എല്ലാരും കൂടി മഹ്ശറിൽ ബുദ്ധിമുട്ടുമ്പോഴേ അതൊക്കെ ഉണ്ടാവുന്നേ, അതൊക്കെ അറിയുന്നല്ലപ്പോ ഹദീസിലുള്ളത്. ഇന്നന്നാസ യൗതൂന ഇലാ നൂഹിൻ ഫയഖൂലൂന ലഹു അന്ത അവ്വലു റസൂലിൻ അർസലഹു അല്ലാഹു ഇലാ അഹ്ലിൽ അർളി എന്ന് പറയും. നിങ്ങളാണല്ലോ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച റസൂൽമാരിൽ ഒന്നാമത്തെ ആള്. അപ്പൊ നൂഹിന് മുമ്പ് റസൂലില്ല എന്ന് കിട്ടിയല്ലോ. അപ്പൊ ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബിന്റെ മുമ്പാണ് എന്ന് പറയുന്നതിന് തെളിവൊന്നുമില്ല. വകുല്ലു ഉമ്മത്തിൻ ബഅസല്ലാഹു ഇലൈഹാ റസൂലൻ മിൻ നൂഹിൻ ഇലാ മുഹമ്മദിൻ, നൂഹ് നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഉമ്മത്തുകൾ, അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ച എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും, യഅ്മുറുഹും ബിഇബാദത്തില്ലാഹി വഹ്ദ, അവരോടൊക്കെ അള്ളാഹു കൽപ്പിച്ചത് എന്താണ്? ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നിർവഹിക്കണം എന്ന്, വഹ്ദഹു, അവന് മാത്രം. വയൻഹാഹും അൻ ഇബാദത്തി താഗൂത്ത്, താഗൂത്തിനെ ഇബത്തെടുക്കുന്നതിൽ നിന്നും, താഗൂത്ത് പറഞ്ഞാല് ദൈവേതര ശക്തികൾ എന്ന് മൊത്തത്തിൽ പറയാറുണ്ട്. താഗൂത്തിന് ഇബാദത്തെടുക്കുന്നതിൽ നിന്നും അവരെ വിരോധിക്കാൻ വേണ്ടിയുമാണ്, വിരോധിച്ചുകൊണ്ടുമാണ് അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത്. അതിന്റെ തെളിവെന്താ? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എന്നർത്ഥം? നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണം. ഇജ്തനബ എന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദാവൂത്ത് ഓരോ വിശദീകരണം വരുന്നുണ്ട്, ഇവിടെ തന്നെ വരുന്നുണ്ട്. വജ്തനിബ്, പൂർണ്ണമായും താഗൂത്തിനെ ഒഴിവാക്കണം. വഫ്തറല്ലാഹു അലാ ജമീഇൽ ഇബാദി അൽ കുഫ്ര ബിത്താഗൂത്ത്, അള്ളാഹു എല്ലാ അടിമകളുടെ മേലും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ത്? താഗൂത്തിനെ നിഷേധിക്കൽ. അൽ കുഫ്ര ബിത്താഗൂത്ത്, താഗൂത്തിനെ നിഷേധിക്കൽ എല്ലാ അടിമകളുടെ മേലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒക്കെ വരുന്നുണ്ടെന്നേ, ഒന്നും നിങ്ങൾ ബേജാറ. വൽ ഈമാന ബില്ലാഹ്, അതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കലും, അള്ളാഹുവിൽ വിശ്വസിക്കലും താഗൂത്തിനെ നിഷേധിക്കലും എല്ലാ അടിമകളുടെ മേലും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നിർബന്ധമാണ്. വന്ന് വായിച്ചേട്ടെ. വഫ്തറല്ലാഹു, വൽ ഈമാന ബില്ലാഹ്, എന്താർത്ഥം? അള്ളാഹു എല്ലാ അടിമകളുടെ മേലും ഫറലാക്കി താഗൂത്തിനെ നിഷേധിക്കണം എന്ന്. താഗൂത്തിനെ നിഷേധിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. അള്ളാഹിൽ വിശ്വസിക്കലും, അള്ളാഹിൽ വിശ്വസിക്കേണ്ട നേരെ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ഉണ്ടാകേണ്ട കാര്യമാണ് എന്ത്? താഗൂത്തിനെ തള്ളിപ്പറയലും. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, വായിച്ചോളൂ. ഒരടിമ തന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ഏതൊന്നിനെ ആരാധ്യനായോ
താഗൂത്തിന് ഇബ്നു ഖയ്യിം കൊടുത്ത നിർവചനമാണ്. മാ തജാവസ ബിഹിൽ അബ്ദു ഹദ്ദഹു. തജാവസ എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു. ബിഹി മാ ഒന്ന്, തജാവസ ബിഹി അതുകൊണ്ട് അതിര് വിട്ടു, അൽ അബ്ദു അടിമ ഹദ്ദഹു തന്റെ പരിധി. ഒരടിമക്ക് അള്ള നിശ്ചയിച്ച പരിധി അയാൾ വിടുകയാണ്. അത് മിൻ മഅബൂദ് ആരാധ്യനായോ, ഔ മത്ബൂ പിന്തുടരപ്പെടുന്നവനായോ, ഔ മുതായിൻ അനുസരിക്കപ്പെടുന്നവയോ. അപ്പൊ ഒരാളെ നമ്മള് ആരാധ്യനായി കരുതാണ്, അല്ലെങ്കിൽ അനുസരിക്കപ്പെടുന്നവനായിട്ട് പരിധി വിട്ട രീതിയിൽ. ഒരു പരിധി ഉണ്ടല്ലോ, അനുസരണത്തിന് പരിധിയില്ലേ? സൃഷ്ടികൾ ആരനുസരിക്കുന്നതിന് പരിധി, ആ പരിധിക്കപ്പുറമുള്ള അനുസരണം. അല്ലെങ്കിൽ പിൻപറ്റൽ, സൃഷ്ടികളെ പിൻപറ്റുന്നതിന് പരിധിയുണ്ട്, ആ പരിധിക്കപ്പുറമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്തുടരുന്നു. അപ്പോ ആരാധ്യനായോ പിന്തുടരപ്പെടുന്നവനായോ അനുസരിക്കപ്പെടുന്നവനായോ ഒരടിമ തന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ആരെക്കുറിച്ചെങ്കിലും കരുതിയാൽ അത് താഗൂത്താണ്. മനസ്സിലായില്ലേ? ഏത് മത്ബൂ എന്ന് പറഞ്ഞാൽ താബി പിൻപറ്റുന്നവൻ, മത്ബൂ പിൻപറ്റപ്പെടുന്നവൻ. പിൻപറ്റപ്പെടുന്ന നേതാവ്. അതെ അതെ, തരീഖിന്റെ അതെ, അതൊക്കെ യഥാർത്ഥത്തിൽ തരീഖിന്റെ ശേഖന്മാരൊക്കെ ശരിയായ താകൂത്തല്ലേ? അവരെ പരിധി വിട്ട ആളുകൾ അനുസരിക്കുകയുള്ളൂ. മനുഷ്യനനുസരിക്കുന്നതിനപ്പുറം റസൂലിനനുസരിക്കുന്നതിനേക്കാളും വലിയ അനുസരണം. അത് വരുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് താകൂത്തുകൾ? അതാണ് വത്തവാഗീത്തു കസീറൂൻ. പുസ്തകം അവസാനിക്കാൻ പോവാണ്, അലുവ കൊടുക്കേണ്ട സമയമായി. വത്തവാഗീത്തു കസീറൂൻ, താകൂത്തുകൾ ധാരാളമുണ്ട്. ആരൊക്കെയാണ്? അവരുടെ നേതാക്കൾ, തലവന്മാർ 5 എണ്ണാണ്. ഇബ്ലീസ് ലഅനഹുല്ലാഹ്, താകൂത്തിൽ ഒന്നാമത്തെ. അതുകൊണ്ടാണ് താകൂത്തിനൊക്കെ തഫ്സീറുകളിലൊക്കെ ഒന്നാമത്തെ അർത്ഥം എന്താ? അവിടുത്തെ ശൈത്താൻ എന്നാണ്. ശൈത്താൻ. ഇബ്ലീസ് ലഅനഹുല്ലാഹ്, അള്ളാഹുവിനെ ശപിക്കട്ടെ. ആദം നബിക്ക് സുജൂദ് ചെയ്യാതെ പുറത്താക്കിയപ്പോ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വഇന്ന അലൈക ലാനത ഇലാ യൗമിദ്ദീൻ, അന്ത്യനാൾ വരെ നിന്റെ മേൽ ലാനത്തുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഇബ്ലീസിന്റെ പേര് ലാനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നത്. വമൻ ഉബിദ വഹുവ റാളിൻ, പിന്നെ ആരാണ്? തന്റെ ഇഷ്ടത്തോടെ ആരാധിക്കപ്പെടുന്നവൻ. വമൻ, ഒരാൾ ഉബിദ, അയാൾ ആരാധിക്കപ്പെടുന്നു, വഹുവ റാളിൻ, അയാൾ അത് ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇഷ്ടപ്പെടാതെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈസാ നബിനെ ആളുകൾ ആരാധിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടോ? റസൂലുള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുണ്ടോ? ഏതെങ്കിലും ഈ മുഅ്മിനായ ഒരു മനുഷ്യനെ ആരാധിക്കപ്പെടുന്നത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടുന്ന ആളുകളുണ്ട്. സായിബാബ എന്നെ ആരാധിച്ചോട്ടെ എന്ന് പറയാം, അമ്മ എന്നെ ആരാധിച്ചോട്ടെ എന്ന് പറയാം, അല്ലേ? അതുപോലെ തന്നെ ഈ പറഞ്ഞ തരീഖത്തിലെ ശേഖന്മാര് പലതും അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യണവും അവരുടെ മുമ്പിൽ എന്ത് വിനയം കാണിക്കണം, എന്ത് ചെയ്യാണ്? അവരിഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ളവനൊക്കെ താകൂത്താണ്. വമൻ ദഅന്നാസ ഇലാ ഇബാദത്തി നഫ്സിഹി, കാന്തവരൊക്കെ വരുന്നുണ്ട്. ജനങ്ങളെ ക്ഷണിക്കുക ഇലാ ഇബാദത്തി നഫ്സിഹി, തനിക്ക് ആരാധന ചെയ്യുന്നതിലേക്ക്. എന്നെ ആരാധിച്ചോളിന്ന് ഒരാൾ പറയാ, എന്നോട് പ്രാർത്ഥിച്ചോളി, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താകൂത്താണ്. വമനിദ്ദഅ ശൈഅൻ മിൻ ഇൽമിൽ ഗൈബി, ഇൽമുൽ ഗൈബിൽ നിന്ന് വല്ലതും തനിക്കുണ്ടെന്ന് ആരെങ്കിലും വാദിക്കുക. ഇദ്ദഅ എന്ന വാദിക്കുക, എനിക്ക് മറിഞ്ഞ കാര്യം അറിയാ എന്നൊരാൾ വാദിച്ചാൽ, അത് ബീവിയാകട്ടെ, തങ്ങളാകട്ടെ, തമ്പുരാനാകട്ടെ, പണിക്കരാകട്ടെ, മൂല്യരാകട്ടെ, മല്ലയാകട്ടെ, ആരാകട്ടെ, മറിഞ്ഞ കാര്യം അറിയും എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവനും താകൂത്താണ്. വമൻ ഹകമ ബിഗൈരി മാ അൻസലല്ലാഹ്, അതാണ് മൗദൂദി പറഞ്ഞത്. അള്ളാഹു ഇറക്കിയത് കൊണ്ടല്ലാത്തത് കൊണ്ട് വിധിക്കുക. വമൻ ഹക്കം, ആരെങ്കിലും വിധിച്ചാൽ, ബിഗൈരി മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട്. ഗൈർ വേറെ, മാ അൻസലല്ലാഹ് അള്ളാഹു ഇറക്കിയത്, ഗൈർ മാ അൻസലല്ലാഹ് അള്ളാഹ് ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുക. ഇപ്പോ മതവിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളുടെ മേൽ മതനിയമം പോലെ അടിച്ചേൽപ്പിക്കുന്ന ചില സ്ഥലമൊക്കെ, അങ്ങനെയുള്ള ആളുകളൊക്കെ താകൂത്തുകളാണ്. ഏത് ഭരണാധികാരിയായാലും ഏത് നാട്ടിലും, മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ ആയാലും അള്ളാഹു അല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹിന്റെ നിയമം പോലെ അതനുസരിക്കപ്പെടാൻ ആളുകളെ നിർബന്ധിക്കുകയും അടിച്ചേൽപ്പിക്കുകയും ചെയ്യാം.
ആ ഗദ്ദാഫി ആയാലും പിന്നെ ബഷാർ അൽ അസദ് ആയാലും ഒക്കെ താഗൂത്ത് തന്നെ. ഇല്ല, എല്ലാ വെച്ചത് അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നിയമം നമ്മുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കണ്ടേ ഇന്ത്യ ഗവൺമെന്റ്? 18 വയസ്സിന്റെ കല്യാണം അവന്. അതൊക്കെ എന്താ വെച്ചാല് അതൊക്കെ ചില കാര്യങ്ങളിൽ ഇപ്പൊ ഇസ്ലാമിക് ഇപ്പൊ റസൂലുള്ളാന്റെ കാലത്ത് 3 തലാഖ് ഒരുമിച്ച് ചെല്ലിയാൽ ഒന്നായിട്ടേ പരിഗണിച്ചത്. പിന്നെ ഉമർ ഖത്താബ് വന്നപ്പോൾ ഇനി ആരെങ്കിലും 3 ഒന്നിച്ച് ചെല്ലിയാൽ 3ആയി തന്നെ കണക്കാക്കുന്നതാണ്. അത് ഭരണാധികാരി ചില കാര്യങ്ങളിൽ ആളുകളെ അശ്രദ്ധയും അലംഭാവം കാണിക്കുമെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ അങ്ങനത്തെ ചില നിയമങ്ങളൊക്കെ ഗവൺമെന്റുകൾക്ക്, ഇസ്ലാമിക് ഗവൺമെന്റുകൾക്ക് തന്നെ കൊണ്ടുവരാം. അങ്ങനെ വല്ല നിയമങ്ങളും അടിച്ചേൽപ്പിക്കാൻ അത് താഗൂത്തിന്റെ സ്വഭാവമാണ് എന്ന് പറയാം. പിന്നെ അള്ളാഹ് ഇറക്കിയ നിയമം കൊണ്ടല്ല താൻ ഭരണം നടത്തുന്നത്. പക്ഷെ അള്ളാന്റെ നിയമത്തെ അയാൾ എന്ത് ചെയ്യുന്നില്ല, നിസാരമായി കാണുകയോ അതിനെ പരിഹസിക്കുകയോ അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, അതിനേക്കാളും നല്ല ഞാൻ എന്റെ നിയമമാണ് എന്ന് പറയൊന്നും ചെയ്യുന്നില്ല. അയാൾക്ക് സൗകര്യമുള്ളൊരു നിയമം, അള്ളാന്റെ നിയമം തന്നെയാണ് ഏറ്റവും നല്ലത്, പക്ഷെ നമുക്കിപ്പോ സൗകര്യം ഇതാണ് എന്ന് പറഞ്ഞാലും കാഫിറാവില്ല. പക്ഷെ അള്ളാഹ് ആലിമാണ്, ഫാസിഖാണ്. വമല്ലയഹ്കും ബിമാ അൻസലല്ലാഹ് ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ. ആ കാര്യത്തെ അനുസരിക്കേണ്ടതില്ല. അതൊക്കെ വളരെ വിശദമായ ചർച്ചയുള്ള വിഷയങ്ങളാണ്. നമ്മളതിന്റെ വിശദാംശത്തിലേക്ക് ഇപ്പൊ കടക്കണ്ട, നമുക്കിത് പുസ്തകം തീരില്ല. വമൻ ഹക്കമ ബിഗൈരി മാ അൻസലല്ലാഹ്. അപ്പൊ അള്ളാഹു ഇറക്കിയതല്ലാത്തത് കൊണ്ട് വിധിക്കുന്നവരൊക്കെ താഗൂത്താണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ എല്ലാ താഗൂത്തിന്റെ കീഴിൽ ജീവിക്കാൻ പറ്റുമല്ലാണ് നമ്മുടെ നാട്ടിലെ ചർച്ച. ഇന്ത്യ ഗവൺമെന്റ് താഗൂത്താണോ അല്ലേ എന്നുള്ളതല്ല. മൗദൂദി പറഞ്ഞ എന്താണ്, ഇവിടെ നമ്മളെ ഈ ഗവൺമെന്റിനെ അനുസരിക്കാൻ പാടില്ല, ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്നാണ്. അവിടെയാണ് തർക്കം. അവരല്ലറക്കിക്കൊണ്ട് വിരിക്കുന്നവരെന്നല്ല ഇന്ത്യ ഗവൺമെന്റ്. അവരും പറയുന്നില്ല ഞങ്ങൾ അല്ലറക്കിക്കൊണ്ടാ വിരിക്കണത് ആണോ. പക്ഷെ അവിടെ മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. നമുക്കെന്തുണ്ട്, നമ്മളെ പേഴ്സണൽ ലോ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞൂടാ. അങ്ങനൊന്നും പറയണ്ട. ചില സ്ഥലത്ത് മുസ്ലിം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രം എന്നേ ഉള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മളെ ചർച്ചയിലേക്ക് വരണം. നമ്മള് അതിന്റെ ശരയ്യായ വശം മാത്രം പറയാ. താഗൂത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, മുസ്ലിമായി ജീവിക്കാം. നമ്മളെ പേഴ്സണൽ ലോ, നിക്കാഹ്, തലാഖ് അല്ലേ, സ്വത്തോഹരി വെക്കല്, ഈ വക കാര്യങ്ങളിലൊക്കെ നമ്മളെ പേഴ്സണൽ അനുസരിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതിലൊന്നും ഗവൺമെന്റ് ഇതിൽ ഇടപെടില്ല. കോടതിയിലൊക്കെ പോയാൽ നമുക്ക് നമ്മളെ പേഴ്സണൽ അനുസരിച്ച് വാദിക്കാം. ഖുർആൻ ഹദീസും വെച്ച് വാദിച്ചിട്ട് നമുക്ക് അതിന് വിധി തേടാൻ പറ്റും. ക്രിമിനൽ കേസിൽ പിന്നെ എല്ലാവരും തുല്യരാണ്. അവിടെ ജാതി മതമൊന്നും വ്യത്യാസമല്ല. ആവുന്നല്ല. അത് കേരളത്തിലെ സർവീസ് റൂളിലുണ്ട് എന്നുള്ളൂ. ഇന്ത്യയിൽ മൊത്തം നിയമം നല്ലത്. ഒരു അറബി മാഷ് കേരളത്തിൽ 2 കല്യാണം കഴിച്ചിട്ട് അവന്റെ ആദ്യ പെണ്ണുങ്ങളെ പിന്നാലെ ആളുകളൊക്കെ കൂടിയാണ്ട് കേസ് കൊടുത്ത് ഒതായിലേറ്റുള്ള. എന്നിട്ട് എന്താണ്ടായത്, കേസ് പൊളിഞ്ഞുപോയി. അന്ന് ഒറ്റപ്പാലത്തുള്ള ഒരു പ്രസിദ്ധനായ വക്കീലാണ് വാദിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ യൂണിയനിൽ ഒരു മുസ്ലിം സിറ്റിസന്റെ അവകാശമാണ് ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ളത്. അതിനെ എതിർക്കാൻ സ്റ്റേറ്റിലെ റൂളിന് ഒരു പവറും ഇല്ല എന്നുള്ളത്. തള്ളിപ്പോയി കേസ്. മനസ്സിലായില്ലേ. വദ്ദലീലു ഖൗലുഹു തആല. താഗൂത്തിനെ നിഷേധിക്കലും അള്ളാഹുവിൽ വിശ്വസിക്കലും എല്ലാ മുസ്ലിമീങ്ങളുടെ പേരിലും നിർബന്ധമാണ് എന്നതിന്റെ തെളിവെന്താ? ആയത്തുൽ കുർസിന്റെ തൊട്ട് ശേഷമുള്ള ആയത്ത്, ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്വാഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുത്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. ലാ ഇക്റാഹ, ഒരു തരത്തിലുള്ള നിർബന്ധം ചെലുത്തലും ഇല്ല. അക്റഹ യുക്രിഹു ഇക്റാഹ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഖദ് തബയ്യന, ഖദ് തബയ്യന, അതാണ് ഖദ് തബയ്യന. തബയ്യന വ്യക്തമായി, ഖദ് തീർച്ചയായും വേർപെട്ടിരിക്കുന്നു. അർ-റുശ്ദു സന്മാർഗം, മിനൽ ഗയ്യി ദുർമാർഗത്തിൽ നിന്നും. അതുകൊണ്ട് ഫമൻ യക്ഫുർ, ആരെങ്കിലും നിഷേധിച്ചാൽ,
അവിശ്വസിച്ചാൽ താഗൂത്തി ദുർമൂർത്തികളെ ആരെങ്കിലും നിഷേധിച്ചാൽ തള്ളിപ്പറയുകയും വയുമിൻ ബില്ലാ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ അവൻ പിടിച്ചിട്ടുള്ളത് ബലമുള്ള ഒരു കയറിലാകുന്നു. ബലവത്തായ ഒരു പാശത്തെയാണ് അവൻ മുറുക്കി പിടിച്ചിട്ടുള്ളത്. ലം ഫിസാമ ലഹാ അത് പൊട്ടിപ്പോവുകയേയില്ല. വല്ലാഹു സമീഉൻ അലീം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വഹാദാ ഹുവ മഅനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം തന്നെയല്ലേ ലാ ഇലാഹ. എല്ലാ താഗൂത്തിനെയും എന്ത് ചെയ്യാം? തള്ളിപ്പറയലാണ്. പിന്നെ ഇല്ലല്ലാഹ് അള്ളാഹുവിൽ വിശ്വസിക്കലുമാണ്. അപ്പൊ താഗൂത്തിനെ തള്ളിപ്പറയലും അള്ളാഹുവിൽ വിശ്വസിക്കലും മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. അതന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. അതാണ് ഈ ആയത്തിന്റെ താല്പര്യം. വഫിൽ ഹദീസ് റഅ്സുൽ അംരി അൽ ഇസ്ലാം വഅമൂദുഹു അസ്സലാത്ത് വദുർവതു സനാമിഹി അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. ഈ മതത്തിന്റെ ശിരസ് തല അതേതാണ്? ഇസ്ലാമാണ്, അഥവാ സമർപ്പണമാണ്. വഅമൂദുഹു അതിന്റെ തൂണ് ഏതാണ്? അസ്സലാത്ത് നമസ്കാരമാകുന്നു. വദർവത്തു സിനാമിഹി അതിന്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗം. ഒട്ടകത്തിന്റെ പൂഞ്ഞുണ്ടല്ലോ, അതാണ് ഒട്ടകത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം. ഏതാ? അതാണ് ഉയർന്നു നിൽക്കുന്ന ഭാഗം. അൽ ജിഹാദു ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരമാകുന്നു. ദുർവത്ത് സിനാം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഭാഗം. അൽബാനി ഇത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽബാനി ഫി ജാമിഉ സഗീർ. ഈ ഉസൂൽ സലാസ ഞാൻ പരിഭാഷപ്പെടുത്തി ദേവാ ബുക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ കോപ്പിയാണിത്. കുറെ മുമ്പ് ഇറക്കിയതാണ് മലയാളത്തില്. അതുകൊണ്ടല്ലേ ആദ്യം പറയാൻ ചെയ്യും. ഇതില് അറബി ആയത്തെ ഹദീസൊക്കെ അറബിയിലുണ്ട്, മറ്റൊക്കെ അതിന്റെ പരിഭാഷയുണ്ട്. നിങ്ങൾ വാങ്ങുക. വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കോപ്പി എടുത്തു തരും. ഉണ്ട്, പുസ്തകമായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ദേവാ ബുക്സ് ഷറഹൊന്നുമില്ല. അപ്പൊ വല്ലാഹു അലം. തമ്മത്തിൽ ഉസൂൽ സലാസ പൂർത്തിയായി. അപ്പൊ ഇനി നാളെ മുതൽ നമുക്കിതൊന്ന് റിപ്പീറ്റേഷനാണ്. എന്നിട്ട് നമുക്കിതിന്റെ പരീക്ഷ നടത്തണം. അപ്പൊ നാളെ ഒന്നാമത്തെ അസ്ല് വരെയുള്ളത് പഠിച്ചു വരണം. അല്ല അസ്ലുൽ അവ്വൽ എത്ര പേജാ ഞാൻ പറഞ്ഞുതരാം. അസ്ലു സാനി തുടങ്ങുന്നത് വരെ അതുവരേക്കുള്ളത് നാളെ പഠിച്ചിട്ട് വരിക. നമുക്കൊരു പരീക്ഷ നടത്തും ഇൻഷാ അല്ലാഹ്. നാളെ 16 വരെ പേജിൽ പഠിച്ചിട്ട് വരിക. നാളെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമായിരിക്കും. ചോദ്യം മാത്രം ചോദിക്കുന്നത് വായിച്ചു വരിക നാളെ. പിന്നെ പരീക്ഷ നമുക്ക് ഒരു ദിവസം മറ്റന്നാളോ നടത്താം. ആദ്യത് നാളെ അസ്ലുൽ അവ്വൽ ഫുൾ വരെ അസ്ലു സാനി വരെ ഉള്ളത് കൃത്യമായി പഠിച്ചിട്ട് വരിക. ഇപ്പൊ ഒന്ന് വായിച്ചു ചോദിക്കോളൂ. എന്തെങ്കിലും സംശയം ഇപ്പൊ ചോദിക്കാം, വേഗം വായിച്ചോളൂ. ആദ്യം മുതൽ അസ്ലു സാനി വരെ ഖുർആൻ ആയത്തിന്റെ അർത്ഥം പരിഭാഷ നോക്കി കണ്ടെത്തുക. സകലയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വാക്കർത്ഥം എന്താ പറയാ? സകലയിൽ തന്നെയാണ്. അൽ ജിന്നു വൽ ഇൻസ് തന്നെ ഭാരമുള്ളത് എന്നാണ് അതിന്റെ. വായിച്ചോക്ക് ആദ്യം മുതൽ വായിക്കുക. വായതേ ഇന്ന് ആദ്യം വരെ ഒന്ന് മെനക്കെട്. ക്ഷേമം വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ എഫക്സ് എന്തോന്ന് പറഞ്ഞ ടോണറിന്റെ എഫക്സ്
ഇഷ്ടമല്ല എനിക്ക് ചോദിക്കണമെന്നുള്ളൂ. 10 16 അങ്ങുണ്ടോ? 16 ഉണ്ടോ? ഇതന്നെ ഇത് തന്നെയാണ് MF4320. അതിന് കൗണ്ടർ ചോദിച്ചാൽ FX എന്തോ പറഞ്ഞു. ഒന്ന് വായിക്കും ആദ്യം മുതൽ. നിങ്ങൾ ആദ്യ ദിവസം വന്നിട്ടില്ല, വായിച്ചു പോകാൻ നിൽക്കുക. ആദ്യം മുതൽ ഒന്ന് വായിക്കുക, അദ്ദേഹത്തിന് ചോദിക്കണം. സംശയമുള്ള ആളുകൾ ചോദിക്കുക. എന്തോ പറഞ്ഞു. എതിർ പ്രവർത്തിച്ചാൽ എതിർ പ്രവർത്തിക്കലിനെ ധിക്കരിക്കല്. ഇത് കോപ്പിടുത്തോന്നിട്ട് തലയിരിഞ്ഞിക്കണം എന്നിടണം. എവിടെ അഖദം വബീല, കടുത്തൊരു പിടുത്തം പിടിച്ചു. ശദീദൻ, നമ്മൾ ശദീദ് എന്ന് അർത്ഥം പറഞ്ഞ നിന്നു. അതെ, നമ്മൾ വിശദീകരണം വളരെ കുറച്ചാണ് ആദ്യം എടുത്ത്. നാളെ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പറയാം. പരീക്ഷ നടത്തിയാലോ? അസ്ലുൽ സാനി വരെ നിങ്ങൾ വായിച്ചു കണ്ട് നാളെ ഇതിന്റെ പരീക്ഷണം നടത്താം നമുക്ക്. അസ്ലുൽ അവ്വൽ അവസാനിക്കുന്നത് വരെയുള്ള അസ്ലുൽ സാനി മറ്റന്നാളാക്കാം. പരീക്ഷ ബുക്ക് തരും, ബുക്ക് തന്നെ നോക്കിയിട്ട് നിങ്ങൾ എഴുതി തന്നാൽ മതി. ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതി തന്നാൽ മതി. ആ നിലക്കാണ് ചോദ്യം ഉണ്ടാവുക. നോക്കിയതാനും അറിയില്ലേ? മുഅ്മിനീങ്ങളോട് മുവാലാത്ത്, മറ്റുള്ള മുഹാദാത്താണ്, ശത്രുതയാണ്. ഇല്ലല്ല, അണഞ്ഞ ബന്ധം അതൊക്കെ പറ്റും. മുസ്ലിമിനോടുള്ള സ്വന്തം പറ്റൂല, അല്ല മുസ്ലിമിനോടുള്ള സ്നേഹം പറ്റൂല. വേഗം ഒന്ന് മറന്നു നോക്കുക. അതിനോട് ഒരിക്കലും ആളുകൾക്ക് സ്നേഹം പറ്റില്ല.
ഇന്നലെ ഞാനൊരു പദത്തിന്റെ അർത്ഥം പറഞ്ഞുതരാം. അനിത്തും അസീസുൻ അലൈഹിമ അനിത്തും. അനിയ എന്നുള്ളതാണ് അതിന്റെ പദം. അനാ അനിത്തും അനിയ യഅന അനാ വായിക്ക് നിങ്ങൾ വിഷമിക്കുന്നത് എന്താണ്? എന്തൊക്കെ കുടുംബം. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വരണം നാളെ, എന്നാലേ ശരിക്ക് പഠിക്കുള്ളൂ. മത്തിന് വായിച്ചു കൊടുക്കും ഒരാള്, ഷറഹ് അവര് പറയും. എന്താണ്? പഠിച്ചോ? സുഹൈലേ, നീ അവിടെ ഉണ്ടല്ലോ അല്ലേ? ആ, എനിക്കൊരു സംശയമില്ലല്ലോ. അവർ തൃപ്തിപ്പെട്ടു. അൻഹു, അവൻ അള്ളാഹിനെ കുറിച്ച്. അവിടെ നാട്ടിലോ? ഇല്ല, അങ്ങനത്തെ ക്ലാസ് കൊടുക്കുന്നില്ല. എന്നാ അവസാനിപ്പിക്കാം. അപ്പൊ നാളെ പഠിച്ചിട്ട് വരിക. അപ്പൊ സംശയമുള്ളത് ചോദിച്ചിട്ട് പോയാൽ മതി. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഒരു കാര്യം പറയാൻ
ഇതിന്റെ വല്യമ്മ വായിക്കണ സബീനയാണ്. ഇത് ശരിയോ തെറ്റോ നിങ്ങൾ പറയണം. അപ്പൊ എന്താ പറഞ്ഞറിയോ? പരിശോധിക്കാതെ പറയാൻ പറ്റൂല. അപ്പൊ ഉസ്താദ് ഇത്ര കാലം എന്റെ വല്യമ്മ ഓതി, ഇനിയിപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചത് ഇനി ഓതും, ഇതിന് പല തെറ്റുണ്ട് എന്നാ അപ്പൊ നിങ്ങൾ പറയും. എന്നാ ഞാൻ കീറി കളയട്ടെ? കീറൊന്നും വേണ്ട, എന്നാ പിന്നെ വീട്ടിൽ കൊണ്ടുവച്ച ഇനി ചൊല്ലൂലേ? വല്യമ്മ ശുദ്ധഗതിക്കാരത്തിയാണ്, കാരണം മൗലൂദ് ഓതുന്ന ആളാണല്ലോ, അപ്പൊ ശൂന്യാന്ന് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വല്യമ്മാനെന്നാണ് പൊക്കി. എന്നിട്ട് ഇനിയിപ്പോ അതിലുള്ളത് മുഴുവൻ വല്യം ഓതിക്കണോന്നും ഞമ്മക്കറിയില്ല. അങ്ങനെയൊന്ന് പറഞ്ഞ് ചുരുക്കത്തിൽ അത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. വല്ലപ്പോഴെ കഴിഞ്ഞിട്ടിപ്പോ ഏതാണ്ട് 2 കൊല്ലമായിട്ടുണ്ടാവൂലേ? 2 കൊല്ലം കഴിഞ്ഞുപോയി. എത്ര സക്കാഫ് ഇക്കുറി ഇങ്ങോട്ട് 500 എണ്ണ അപ്പൊ അവിടുന്ന് സനത് കിട്ടി ഇറങ്ങിയ ഒരു മൗല്യരുട്ടി ഒരു മൗലൂദ് പരിശോധിച്ച 500 മൗലൂദ് പരിശോധിച്ചൂടെ അല്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റും. ഇന്ന മൗലൂദ് ശരിയാണ്, ഇന്ന തെറ്റാണ്. കടഞ്ഞെടുത്ത് പക്ഷേ പുള്ളി തോലൊളിച്ച മാതിരി ഉണ്ടാവും മൗലൂദ് പരിശോധിച്ച. പൊളിച്ചാണ് കഴിയാന്നല്ലാതെ ഒന്നും ബാക്കി ഉണ്ടാവൂല. ആ രീതിയിലാ മൗലൂദിന്റെ അവസ്ഥ. എന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങളിപ്പോ ഈ കൊണ്ടുവന്ന ഈ 5 എണ്ണം അല്ലല്ലോ ജനങ്ങളെ മുമ്പിലുള്ളത്. ജനങ്ങളെ മുമ്പിലുള്ളത് 33 വക, 155 വക, 250 വക. അത് നിങ്ങൾ വഹാബിയാണ് തിരുരങ്ങാടിന്ന് അടിച്ചതാണ്, അത് CH പ്രസിന്ന് അടിച്ചതാണ്, അതുകൊണ്ടാണ്. എന്നിട്ടോ അതിലൊക്കെ നിങ്ങൾ വഹാബികളെ കടത്തിക്കൂട്ടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു പൗറൈ ഒരു മൗലൂദ് വിലുണ്ട് ഇറക്കിയ അപ്പൊ നമ്മളെ കൊണ്ടുവരും. എന്നിട്ട് അതിൽ കുറെ തിരുത്തി കൂട്ടിച്ചേർത്ത് ഇതാണ് അടിച്ചാളാ. സാധുക്കൾ അതെന്നെ അടിച്ചു. ഇതങ്ങനെ പാടിയെടുക്കും. അടുത്ത മൗലൂദ് അത് നമ്മൾ വാങ്ങുക, അതിൽ തിരുത്ത്. നിങ്ങൾ ഔലിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഖത്തറിൽ നിന്നുള്ള ഉസൂലുൽ സലാസയുടെ ക്ലാസ് ഇന്ന് അത് തീർന്നിരിക്കുകയാണ്. ഇനി നാളെ അതിന്റെ വീണ്ടും പുനരാവർത്തനം ഒന്നുകൂടി വിശദീകരിക്കുന്ന ക്ലാസുകളാണ് നാളെ ഇൻഷാ അല്ലാഹ് നടക്കുവാൻ പോകുന്നത്. എന്തായിരുന്നാലും വളരെയധികം വിജ്ഞാനപ്രദമായിരുന്നു ക്ലാസ് എന്ന് ഒരുപാട് സഹോദരങ്ങൾ PM-ലൂടെയും ഇതുപോലെയുള്ള ക്ലാസുകൾ ഇനിയും വേണം, കിതാബുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉസൂലുകൾ പഠിപ്പിക്കണം എന്നൊക്കെ പല സഹോദരങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാര് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കും എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം അതിന്റെ ദഅവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി സഹോദരങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ സഹോദരങ്ങൾ, ആയിരക്കണക്കിന് സഹോദരങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിൽ വിവിധങ്ങളായ സമയങ്ങളിൽ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റൂമിൽ നടന്നുകൊണ്ടിരിക്കുന്ന തജ്വീദ് ക്ലാസുകൾ, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസുകൾ, അതുപോലെയുള്ള പ്രഭാഷണങ്ങളും മറ്റും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നമ്മളാരും മനസ്സിലാക്കേണ്ട ഇതൊരു ചെറിയ കാര്യമാണ് എന്ന് ഈ റൂമിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെറുതല്ല. ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുവാൻ കഴിയാത്ത, എന്നാൽ പല സാഹചര്യങ്ങളാൽ അങ്ങനെയുള്ള നാടുകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അകപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ജോലിക്ക് മറ്റും പോയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ
ഈ ക്ലാസ് റൂം കൊണ്ടുണ്ട് എന്ന് അവരിൽ പലരുടെയും